السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഒരു സംഗമം ഒരു നല്ല അമലു സ്വാലിഹായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ദീൻ പഠിക്കാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനും യഥാവിധത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം എല്ലാ സന്ദർഭങ്ങളിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പുണ്യങ്ങളുടെ വസന്തകാലമായ വിശ്വാസിക്ക് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുമുള്ള സുവർണാവസരമായ പരിശുദ്ധ റമദാനിന് മുന്നോടിയായി സംഘടിപ്പിക്കപ്പെടുന്ന അഹ്ലൻ റമദാൻ എന്ന ഒരു പ്രോഗ്രാമിലാണല്ലോ നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു വിജ്ഞാനവേദിയിൽ പരിശുദ്ധ റമദാനിൻ്റെ ശ്രേഷ്ഠതകളും അതുപോലെ തന്നെ നോമ്പിൻ്റെ ശ്രേഷ്ഠതകളും റമദാനുമായി ബന്ധപ്പെട്ട് ഒരുങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും
റമദാനിൻ്റെ ദിനരാത്രങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നും ചെറിയ രൂപത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടനവധി ഹദീസുകളിലൂടെ റമദാനിൻ്റെ വ്യത്യസ്ത ശ്രേഷ്ഠതകൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഇദാ ദഖല ശഹ്റു റമദാൻ ഫുതിഹത് അബ്വാബുസ് സമാ. റമദാൻ മാസം സമാഗതമായാൽ ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു എന്നവിടുന്ന് അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇദാ ജാഅ റമദാനു ഫുതിഹത് അബ്വാബുൽ ജന്ന. റമദാൻ മാസം വന്നെത്തിയാൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു എന്നവിടുന്ന് അറിയിക്കുന്നുണ്ട്. ഇദാ ദഖല റമദാനു ഫുതിഹത് അബ്വാബുൽ ജന്ന എന്ന റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇദാ കാന റമദാനു ഫുതിഹത് അബ്വാബുർ റഹ്മ. റമദാൻ മാസം സമാഗതമായാൽ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു എന്നാണ്. അഥവാ ആകാശത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും റഹ്മത്തിൻ്റെയും എല്ലാ വാതിലുകളും മലർക്ക തുറക്കപ്പെടുന്ന പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ ഒരു ശ്രേഷ്ഠതയും ഫദായിലുകളും തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായ രൂപത്തിൽ അതിനുപയോഗപ്പെടുത്താൻ ഈ ശഅബാനിൻ്റെ ഈ സന്ദർഭങ്ങളിൽ തന്നെ നമ്മൾ തയ്യാറാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഗുല്ലിഖത് അബ്വാബു ജഹന്നം. നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. വസുൽസിലത്തി ശയാത്തീൻ. മനുഷ്യൻ്റെ മുഖ്യ ശത്രുക്കളായ പിശാചുക്കൾ ചങ്ങലക്കിടപ്പെടുന്ന മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. വേറെ ഹദീസിൽ കാണാം, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ. റമദാനിൻ്റെ ആദ്യ രാവിൽ തന്നെ സുഫിദത്തി ശയാത്തീൻ. ശൈത്താനുകൾ ബന്ധിക്കപ്പെടും. വമറദത്തിൽ ജിൻ. ജിന്നുകളിലെ മല്ലന്മാരും ബന്ധിക്കപ്പെടും. വഗുല്ലിഖത് അബ്വാബുന്നാർ. നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ. അതിൻ്റെ ഒരു ഡോറ് പോലും തുറക്കപ്പെടുകയില്ല. നരകത്തിൻ്റെ 7 കവാടങ്ങൾ അത് മുഴുവൻ കൊട്ടിയടക്കപ്പെടും, ഒന്നുപോലും തുറക്കപ്പെടുകയില്ല. വഫുതിഹത് അബ്വാബുൽ ജന്ന. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ. അതിൻ്റെ ഒരു കവാടവും അടക്കപ്പെടുകയില്ല. വയുനാദി മുനാദിൻ. വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ വയാ ബാഗിയ ശർ അഖ്സിർ. നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരിക, തിന്മ ഉദ്ദേശിക്കുന്നവരെ നിങ്ങൾ അവസാനിപ്പിക്കുക, അത് കുറക്കുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്ന് പറയപ്പെടുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം നന്മക്കുള്ള ഏറ്റവും നല്ല അവസരമാണ് റമദാൻ. നമ്മുടെ പാപക്കറകളെ കഴുകിക്കളയാനുള്ള ഏറ്റവും നല്ല അവസരമാണ് റമദാൻ. കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണല്ലോ നമ്മുടെ ആഗ്രഹം. ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടോ അവനാണ് വിജയിച്ചവനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇംറാനിന്റെ 185-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ആ നരകമോചനത്തിനുള്ള ഏറ്റവും നല്ല അവസരമാണ് റമദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലില്ലാഹി ഉതഖാഉം മിനന്നാർ വദാലിക കുല്ലു ലൈല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചില ആളുകളെ നരകത്തിൽ നിന്നൊരു മോചിപ്പിക്കലുണ്ട് റമദാനിൻ്റെ ഓരോ രാവുകളിലും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പാപമോചനത്തിൻ്റെ മാസമാണ് റമദാൻ. ഇപ്പം ചില ആളുകളൊക്കെ റമദാനിലെ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10, പിന്നെ മഗ്ഫിറത്തിൻ്റെ 10, പിന്നെ നരകമോചനത്തിൻ്റെ 10 എന്ന് പറഞ്ഞ് 3 ആക്കി ഭാഗിക്കാറുണ്ട്. അതിൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ അവർ പഠിപ്പിക്കാറുണ്ട്. അങ്ങനെയൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ റമദാൻ റഹ്മത്തിൻ്റെ മാസമാണ്. അത് മുഴുവനും, ആദ്യത്തെ 10 മാത്രമല്ല.
അത് മഗ്ഫിറത്താണ്, അതിന്റെ ഓരോ സന്ദർഭങ്ങളും. അതുപോലെ തന്നെ നരകമോചനത്തിനുള്ള അവസരമാണ് റമദാൻ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം, വൽ ജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, വറമദാനു ഇലാ റമദാൻ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ, മുകഫിറാത്തും മാ ബൈനഹുൻ, അവക്കിടയിലുള്ള പാപങ്ങൾക്കുള്ള പാപമോചനമാണ്. ഒരാൾ ഒരു നിസ്കാരത്തിൽ, ഒരു ജമാഅത്തിൽ അല്ലെങ്കിൽ ഒരു നിസ്കാരത്തിൽ പങ്കെടുക്കുന്നു, അടുത്ത നിസ്കാരം വരെ, അടുത്ത ഫർള് നമസ്കാരം വരെ അയാൾക്കത് പാപമോചനമാണ്. അഥവാ ഒരാൾ സുബ്ഹ് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു, പിന്നീട് ളുഹറും കൃത്യമായി നിസ്കരിക്കുന്നുവെങ്കിൽ ആ 2 നമസ്കാരങ്ങൾക്കിടയിലുള്ള ചെറുപാപങ്ങൾക്ക് പാപമോചനം ലഭിക്കും. അതുപോലെ തന്നെ ഒരു ജുമുഅയിൽ ഒരാൾ പങ്കെടുക്കുന്നു, അടുത്ത ആഴ്ചയിൽ അടുത്ത ജുമുഅക്കും പങ്കെടുക്കുന്നു എങ്കിൽ ഇൻഷാ അല്ലാഹ് അവക്കിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ, ചെറുപാപങ്ങൾ മായ്ക്കപ്പെടാൻ അത് ഹേതുവായി തീരും. അതുപോലെ ഒരു റമദാൻ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും പിന്നീട് അടുത്ത റമദാനും അതുപോലെ ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ അവക്കിടയിലുള്ള പാപങ്ങൾക്കുള്ള പാപമോചനമാണ്. ഇദജ്തനബൽ കബായിർ, വൻ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ, വൻ പാപങ്ങളിൽ നിന്ന് പ്രത്യേകമായി കൊണ്ട് തൗബ ചെയ്ത് മടങ്ങുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പറഞ്ഞു വന്നത് വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾക്ക് ഇവയെല്ലാം പാപമോചനത്തിനുള്ള വഴികളാണ് എന്നാണ്. പലപ്പോഴും പല ആളുകളും റമളാനായിട്ട് നന്നായാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ മുൻഗാമികളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റമളാനിന് മുമ്പുള്ള ശഅബാൻ മാസത്തിൽ തന്നെ എല്ലാ അർത്ഥത്തിലും അവർ റമളാനിനെ കാതോർക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റജബിനും റമളാനിനുമിടയിൽ ആളുകൾ അശ്രദ്ധരായി കഴിയുന്ന മാസമാണ് ശഅബാൻ എന്നതാണ്. ഷഹ്റുൽ ഖുർആ, ഖുർആൻ പാരായണക്കാരുടെ മാസം എന്നുവരെ ചില പണ്ഡിതന്മാരൊക്കെ ശഅബാൻ മാസത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ അർത്ഥത്തിലും അതിനുവേണ്ടി ഒരുങ്ങുവാൻ, പാപക്കറകളെ കഴുകിക്കളയുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ, അങ്ങനെ ഒരു പരിശുദ്ധമായ മനസ്സുമായി വളരെ പരിശുദ്ധിയോടുകൂടി റമളാനിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ വീടും പരിസരവും മാത്രം വൃത്തിയാക്കിയാൽ പോരാ. വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നടന്നതുകൊണ്ട് മാത്രം കാര്യമായിട്ടില്ല. മറിച്ച് ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ, അസൂയയോ പകയോ വിദ്വേഷമോ അഹങ്കാരമോ തുടങ്ങി ഒരു തിന്മകളുമില്ലാത്ത ഖൽബുൻ സലീമായി, വക്രതയില്ലാത്ത പാപങ്ങളിൽ നിന്ന് സുരക്ഷിതമായ മനസ്സുമായി റമളാനിനെ വരവേൽക്കുവാൻ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമളാൻ പാപമോചനത്തിൻ്റെ മാസമാണ്. റമളാനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 3 ഹദീസുകൾ, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും റമളാനിൽ വിശ്വാസത്തോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും റമളാനിൽ വിശ്വാസത്തോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. മൻ ഖാമ ലൈലത്തുൽ ഖദർ ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും ലൈലത്തുൽ ഖദറിൽ, ഖദറിന്റെ രാവിൽ, 1000 മാസത്തേക്കാൾ പവിത്രമായ രാവിൽ വിശ്വാസത്തോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നമസ്കരിച്ചാൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്നാണ്. ഇവിടെ 3 ഹദീസുകളിലും പറഞ്ഞ കാര്യം, ഈമാനും വേണം, ഇഹ്തിസാബും വേണം. ഈമാൻ ഇല്ലാത്തൊരു നോമ്പൊരു കാര്യമില്ല. അത് കേവലം പട്ടിണി മാത്രമാണ്. ഈമാൻ ഇല്ലാത്ത ആൾക്കാരെ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല.
ഹജ്ജിന് പോകുമ്പോൾ എല്ലാ ജാറങ്ങളിലും കയറിയിട്ടാണ് പോവുക. ഹജ്ജ് കഴിഞ്ഞാലോ ഹജ്ജ് ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചതിനും പിന്നെ ജാറങ്ങളിൽ പോയി നന്ദി അറിയിക്കുകയാണ്. കാര്യമില്ല. ഈമാനില്ലാത്തവർ കോടിക്കണക്കിന് രൂപ സ്വതക്ക നൽകിയാലും അള്ളാഹ് സ്വീകരിക്കൂല. ഈമാനില്ലാത്ത ആളുകൾ റമദാനിൽ എന്നല്ല അതിനപ്പുറം സുന്നത്ത് നോമ്പുകളും ഒക്കെ നോറ്റാലും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. ഈമാനില്ലാത്തവരുടെ ഖുർആൻ പാരായണം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ട. അല്ലാഹ് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം. അല്ലയോ വിശ്വാസികളെ, ഈമാനുള്ളവരെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ്. എല്ലാവർക്കും ഇല്ല അല്ലെ? ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഷഹാദത്ത് കലിമയുണ്ട്, നമസ്കാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ്. ഇവിടെ ഷഹാദത്ത് കലിമയിൽ തന്നെ വിള്ളലേറ്റ ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം അവകാശപ്പെട്ട ആരാധനകൾ അള്ളാഹിൻ്റെ പടപ്പുകൾക്ക് സമർപ്പിക്കുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം നൽകേണ്ട വിശേഷണങ്ങളും നാമങ്ങളുമൊക്കെ മറ്റുള്ളവർക്കുമുണ്ട് എന്ന് വിശ്വസിച്ച് അവരെ ആരാധിക്കുന്ന, അവരോട് പ്രാർത്ഥിക്കുന്ന, അവരിൽ ബലമേൽപ്പിക്കുന്ന, അവർക്ക് വേണ്ടി ബലിയിറക്കുന്ന, അവരുടെ പേരിൽ സത്യം ചെയ്യുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ തൗഹീദിൽ അബദ്ധം സംഭവിച്ച, തൗഹീദിൽ വ്യതിയാനം സംഭവിച്ച ആളുകളുടെ കർമ്മങ്ങൾ അല്ലാഹ് സ്വീകരിക്കുകയില്ല. സൂറത്തുൽ അൻആമിൽ ഒരുപാട് പ്രവാചകന്മാരെ പേര് അല്ലാഹു പറയുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ 88-ാമത്തെ ആയത്തിൽ പറയുന്നു വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവരെങ്ങാനും ശിർക്ക് ചെയ്തിരുന്നെങ്കിൽ അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെല്ലാം ബാത്തിലാകുമായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറഞ്ഞു വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. നബിയെ, താങ്കൾക്ക് നാം വഹി നൽകിയത്, താങ്കൾക്ക് മുമ്പുള്ള നബിമാർക്കും ഞാൻ വഹി നൽകിയത്, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാവുക തന്നെ ചെയ്യും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടക്കാരിൽ ഉൾപ്പെടുകയും ചെയ്യും. ശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിൻ്റെ 65-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം, നോമ്പ് നോൽക്കണം എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നിസ്കരിക്കണം ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, ഖുർആൻ ഓതണമെന്ന് ജനങ്ങളോട് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അവർ ശിർക്കിലായാൽ, കുഫറിലായാൽ പിന്നെ ഈ അമലിനൊന്നും ഒരു പ്രയോജനവുമില്ല. അല്ലാഹു പറഞ്ഞതുപോലെ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ, ചില മുഖങ്ങളന്ന് പണിയെടുത്ത് ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കും, എന്നാൽ ചൂടേറിയ അഗ്നികളിൽ അവർ പ്രവേശിക്കുന്നതാണ്. ആ നരകത്തിൻ്റെ അഗ്നിയിൽ അവർ വെന്തുരുകും, പ്രവർത്തിച്ചിട്ടും നരകത്തിൽ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി പറഞ്ഞല്ലോ റുബ്ബ സ്വായിമിൻ, എത്ര നോമ്പുകാരാണ്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ', അവർക്ക് നോമ്പ് കൊണ്ട് കിട്ടിയതെന്താ? വിശപ്പല്ലാതെ മറ്റൊന്നുമല്ല. വറുബ്ബ ഖായിമിൻ, എത്ര രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകളാണ്, ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, അവർക്ക് രാത്രി നമസ്കാരം കൊണ്ട് ഉറക്കൊഴിവാവുക എന്നതല്ലാതെ ഒന്നും ലഭിക്കുന്നില്ല. അല്ലെ, രാവിലെ എണീക്കുമ്പോൾ ഒരു വയറ് കാഴ്ച ഉണ്ടല്ലോ, ഉച്ചക്കൊരു ക്ഷീണം ഉണ്ടല്ലോ അല്ലേ? ട്രെയിനിലും ബസ്സിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അമുസ്ലിങ്ങളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിങ്ങനെ നല്ല തണുത്ത വെള്ളമൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നമുക്കെന്നെ മനസ്സിലെന്ത് ചെയ്യും? കുടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമ്മൾ കുടിക്കൂല, കാരണം നമ്മൾ നോമ്പുകാരാണ്. ഈ വിശപ്പും ദാഹവും നമ്മൾ സഹിച്ചത് എന്തിനാണ്? അള്ളാഹിൻ്റെ പ്രീതിക്ക് വേണ്ടിയായിരിക്കണം, ഇല്ലെങ്കിൽ കാര്യമില്ല. പലപ്പോഴും രാത്രി നമസ്കാരത്തിൽ വളരെ പ്രയാസപ്പെട്ട് കുറേ നേരമൊക്കെ നിസ്കരിക്കും, ഉറക്ക് മാറ്റിവെച്ച്. സാധാരണയൊക്കെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും നമ്മൾ നിസ്കാരത്തിലായിരിക്കും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, നീയത്ത് ശരിയല്ലെങ്കിൽ. ഈമാൻ വേണം, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു ജുദ്ആൻ എന്ന വ്യക്തിയെ സംബന്ധിച്ച് ചോദിച്ചു. ഇബ്നു ജുദ്ആൻ എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിൽ കുടുംബബന്ധം ചേർത്ത വ്യക്തിയാണ്, പാവങ്ങൾക്ക് സഹായം നൽകിയ വ്യക്തിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നബിയെ, ഇബ്നു ജുദ്ആന് ആ കാര്യങ്ങൾ ഉപകരിക്കുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, അയാൾക്ക് ഉപകരിക്കുകയില്ല.
ഒരിക്കൽ പോലും അല്ലാഹുവേ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് പറഞ്ഞ് അയാൾ പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് അയാൾക്കത് ഉപകരിക്കുകയില്ല. അദീ ഇബ്നു ഹാത്തിം എന്ന സ്വഹാബി, അദ്ദേഹത്തിന്റെ പിതാവ് ഹാത്തിമു ത്വായിയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ഹാത്തിമു ത്വായി എന്ന് പറഞ്ഞാൽ അറബികളിൽ ഏറെ പ്രസിദ്ധനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വതക്ക ദാനധർമ്മം ഏറെ പ്രസിദ്ധമാണ്. അദ്ദേഹം ആളുകൾക്ക് ഭക്ഷണം ഒരുക്കുന്ന ആളായിരുന്നു. ആളുകളിങ്ങനെ യാത്ര പോകുന്ന വഴികളിൽ വലിയ അടുപ്പുണ്ടാക്കി വലിയ ചെമ്പൊക്കെ വെച്ച് അദ്ദേഹം ഭക്ഷണം റെഡിയാക്കും. ആളുകൾ വന്നത് കഴിക്കും. ഫ്രീ ആയിട്ട് ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളാണ് ഹാത്തിമു ത്വായി. അദ്ദേഹത്തിൻ്റെ മകൻ അദീ ഇബ്നു ഹാത്തിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നബിയെ, എൻ്റെ ഉപ്പ ചെയ്ത പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ഉപകരിക്കുമോ? നബി പറഞ്ഞു, ഉപകരിക്കൂല. നിന്റെ ഉപ്പാൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ഈ ദുനിയാവിൽ അറിയപ്പെടുന്ന ഒരു ധർമ്മിഷ്ഠനാകണം എന്നാണ്. അതിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നുണ്ട് ആ നിലയ്ക്ക്. പക്ഷെ പരലോകത്ത് യാതൊരു വിഹിതവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിനുൻ, വിശ്വാസിയല്ലാത്ത ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ ചില യുക്തിവാദികൾ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് സ്വർഗത്ത് പ്രവേശിക്കാൻ പറ്റാത്തത്? നിസ്കരിക്കാത്ത ചില സ്ത്രീകൾ, ഫെമിനിസ്റ്റുകൾ, അവർ ചോദിക്കുകയാണ്, എന്താ അറിയോ, സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പള്ളിയിൽ ബാങ്ക് കൊടുത്തൂടാ? സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പള്ളിയിൽ ഖുതുബ നിർവഹിച്ചൂടാ? ആരെ ചോദിക്കണമെന്ന് അറിയോ? നിസ്കാരമില്ലാതെ ദീനില്ല, പരലോകമില്ല എന്നൊക്കെ പറയുന്ന ആളുകളാണ് ഇത് ചോദിക്കുന്നത്. ഇതേപോലെ സ്വർഗമില്ല എന്ന് പറയുന്ന ആളുകൾ, മരിച്ചാൽ നമ്മുടെ ശരീരം മണ്ണിന്റെ ഭാഗമായി ലയിച്ചു ചേരുമെന്ന് പറയുന്ന ആളുകൾ ചോദിക്കുകയാണ്, ഗാന്ധിജിയും മദർ തെരേസയും സ്വർഗത്ത് പോകുന്നു. അവരെ വിശ്വാസപ്രകാരം തന്നെ ഇവരൊന്നും സ്വർഗത്ത് പോലെ. കാരണം എന്താ? സ്വർഗമില്ല എന്നാണ് അവരുടെ വിശ്വാസം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ അള്ള ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ 3 നിബന്ധനകളിൽപ്പെട്ടതാണ്: 1 ഈമാൻ വേണം, 2 ഇഖ്ലാസുൻ നിയ്യ, നിയ്യത്ത് ശരിയാവണം, 3-മത്തത് ഇത്തിബാഉസ് സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് പ്രവർത്തിച്ചാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മം സ്വീകരിക്കുകയുള്ളൂ. ഒരാൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം, അല്ലേ? ഒരാൾക്ക് ഒരു സ്ഥാനാർത്ഥിയാവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മന്ത്രിയാവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് കയറണമെങ്കിൽ ഇവിടെ പല നിബന്ധനകളുണ്ട്. എന്നാൽ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിൽ ആർക്കും കയറി ചെല്ലാന്നാണോ? അല്ല. അവിടെ നമ്മുടെ ഈമാൻ ശരിയാവണം. പിന്നെ അള്ളാഹിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ജനങ്ങളുടെ പ്രീതി കൊണ്ട് തേടിക്കൊണ്ടാവരുത്. എല്ലാവരും നോമ്പ് നോൽക്കുകയാണ്, വീട്ടിലേതായാലും ഭക്ഷണം ഉണ്ടാക്കൂല, അതുകൊണ്ട് ഞാൻ നോമ്പ് നോൽക്കാന്നുള്ള നിയ്യത്താണെങ്കിൽ കാര്യമില്ല. എല്ലാവരും രാത്രി നമസ്കാരത്തിന് തറാവീഹിന് പള്ളിയിലേക്ക് പോകുന്നു, ഞാൻ പോയില്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന അവസ്ഥയല്ല. അത് സ്വീകരിക്കൂല. മുനാഫിക്കിനെ പറ്റി അള്ളാഹ് പറഞ്ഞ എന്താ അറിയോ? വൈദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല, അവർ നിസ്കരിക്കാൻ നിന്ന മടിയന്മാരായിട്ടായിരിക്കും നിൽക്കുക. യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാനാണ് അവർ നമസ്കരിക്കുക. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, കുറച്ച് മാത്രമേ അവർ അള്ളാഹിനെ ഓർക്കുള്ളൂ. സൂറത്തു നിസാഇന്റെ 142-ാമത്തെ ആയത്ത്. ഈ രൂപത്തിലാണ് നമ്മൾ പള്ളിയിലേക്ക് പോണത്. കാര്യമില്ല. ആൾക്കാർ ചോദിക്കുന്നത് തറാവിന് കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? ആൾക്കാർ സുബൈക്ക് കണ്ടില്ലെങ്കിൽ ചോദിക്കൂല, ളുഹറിനെ കണ്ടില്ലെങ്കിൽ ചോദിക്കൂല, പക്ഷെ തറാവീനെ കണ്ടില്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും. അതുകൊണ്ട് ഞാൻ പോയില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് കരുതി പോയിട്ട് കാര്യമില്ല. വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. റമളാൻ മാസം നമ്മൾ വരുമ്പോൾ നമ്മുടെ നിയ്യത്ത് ശരിയാക്കാതെ നമ്മൾ നോമ്പ് നോറ്റാൽ അത് വെറും പട്ടിണി മാത്രമാണ്. നബി പറഞ്ഞല്ലോ, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജതൻ ഫി അൻ യദഅ തആമഹു വശറാബഹു. ആരെങ്കിലും അനാവശ്യമായ വാക്കുകളും പ്രവൃത്തികളും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ഭക്ഷണമോ പാനീയമോ അവൻ ഉപേക്ഷിക്കണമെന്ന് അള്ളാഹ്ക്ക് യാതൊരു ആവശ്യവുമില്ല. മുമ്പൊക്കെ റമളാൻ മാസമായാൽ ടി വി ഒരു പുതപ്പൊക്കെ ഇടും. ഇന്നിപ്പോൾ ടി വി ഒക്കെ വളരെ അപൂർവം വീടുകളുണ്ടാവുള്ളൂ. ഫോണ് എല്ലാ സമയത്തും നമ്മുടെ കയ്യിലുണ്ട്.
ഒരു വേള റമളാനിൽ പോലും നമ്മൾ ഖുർആൻ ഓതൽ ഫോണിലാണ്. ആ ഫോണിങ്ങനെ നോക്കി നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം, അനുവദനീയമായ കാര്യമാണ്, പ്രശ്നമൊന്നുമില്ല, കൂലിയൊക്കെ കിട്ടും. പക്ഷേ അതിനിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരും, അതൊന്ന് ഓപ്പണാക്കി വെക്കും. പിന്നെ അതിലൂടെ യൂട്യൂബിലേക്ക് കയറും. പിന്നെ നോക്കുമ്പോൾ 5 മിനിറ്റ് ഖുർആൻ ഓതിയിട്ടുണ്ടാവും, അരമണിക്കൂർ യൂട്യൂബിലായിരിക്കും. നമ്മൾ ആലോചിച്ച് വെക്കുക, എന്തൊക്കെയാണ് കാണേണ്ടതെന്നുള്ളതിന് യാതൊരു എന്താ പറയുക പരിധിയുമില്ല. സ്കൂളിലൊരു ഉമ്മ എന്നോട് പറഞ്ഞു, സാറേ അവനിങ്ങനെ റീൽസും ഷോർട്സും കാണണം അവൻ്റെ പണി. അപ്പം ഞാൻ എതിർക്കാറില്ല, കാരണം ഇംഗ്ലീഷിലാണ്, അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമല്ലോ. ഞാൻ പറഞ്ഞു, ഈ നിലയ്ക്ക് ഇംഗ്ലീഷ് പഠിക്കാത്തല്ലത്, പഠിക്കാതിരിക്കുക എന്നുള്ളത് അതിനേക്കാളും നല്ല കാര്യമാണ്. എന്താണ് കാണുന്നത് എന്നതിന് യാതൊരു നിയന്ത്രണവുമില്ല. റമളാനിൻ്റെ പകലുകളിൽ ഏതായാലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, പിന്നെ നേരം പോകണമല്ലോ. എന്നാൽ ചില ആളുകൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മൊബൈൽ ഫോൺ എടുക്കും. ഒരു വേള ആ കാഴ്ചകൾ, അതിൽ നിന്നുള്ള കേൾവികൾ നമ്മുടെ നോമ്പിനെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ദീനിനെ തന്നെ ഫസാദിലാക്കി കളയുമെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ശീലം പോലെയാണ് മനുഷ്യന്മാർ ചെയ്യുക. നമ്മളെന്നും ഫോൺ എടുക്കുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് റമളാനിൽ എടുക്കാതിരിക്കാൻ കഴിയില്ല. ഈ സമയത്ത് തന്നെ നമ്മളതിനൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുവരിക. റമളാനിന് നമ്മൾ കൃത്യമായ രൂപത്തിൽ പ്ലാൻ തയ്യാറാക്കുക. പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതുപോലെ ഈ കളിക്കാർ, ഫുട്ബോൾ കളിക്കാരുണ്ടല്ലോ, അവർ മത്സരം തുടങ്ങുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ, ഇപ്പോൾ ഒരു വേൾഡ് കപ്പ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ മത്സരങ്ങൾക്ക് വേണ്ടി അവർ പ്രാക്ടീസ് ചെയ്യും. 1.5 മണിക്കൂർ കളിക്ക് വേണ്ടി തന്നെ അവർ ദിവസങ്ങളോളം പ്രാക്ടീസ് ചെയ്യും. പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിന് വേണ്ടി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തിയെടുക്കാൻ ഈ ഷഅബാനിൻ്റെ ദിനരാത്രങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞത് റമളാൻ പാപമോചനത്തിനുള്ള മാസമാണ് എന്നതാണ്. നബി പറഞ്ഞു, റഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാൻ സുമ്മ അൻസലഖ ഖബ്ല അൻ യുഗ്ഫറ ലഹു. ഒരാൾക്ക് റമളാൻ കടന്നു വരികയും എന്നിട്ട് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമളാൻ അവനിൽ നിന്ന് കടന്നു പോവുകയും ചെയ്താൽ അവൻ നശിക്കട്ടെ എന്ന രൂപത്തിലുള്ള പ്രയോഗമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി കഴിയുന്ന ആളുകൾ റമളാനിൽ ഉംറ ചെയ്യുക, അത് തൗഫീഖാണ്. ചില ആളുകൾ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ടാവും, പക്ഷെ ഉംറക്ക് പോയിട്ടുണ്ടാവില്ല. എല്ലാ നാട്ടിലും അവർ പോയിട്ടുണ്ടാവും, പക്ഷേ ഉംറക്ക് പോകണം, ഹജ്ജിന് പോകണം എന്നുള്ള നിയ്യത്തിന്റെ മനസ്സിൽ വന്നിട്ടുണ്ടാവില്ല, അല്ലേ? അത് തൗഫീഖാണ്. ഏതൊരു കാര്യം ചെയ്യാനും ഏതൊരു നന്മ ചെയ്യാനും അവസരം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇപ്പൊ റമളാനിൽ ഉംറ ചെയ്താൽ നബി പറയാണ്, ഉംറത്തും ഫീ റമളാൻ തഅദിലു ഹജ്ജ. റമളാനിലെ ഉംറ എന്ന് പറഞ്ഞാൽ ഹജ്ജിന് പകരമാണ്, തുല്യമാണ്. പകരം എന്നല്ല, തുല്യമാണ്. ഇപ്പൊ റമളാനിൽ ഉംറ ഇതാക്കി ഹജ്ജ് വീടൂല, പക്ഷെ അതിനുള്ള പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റമളാന്റെ മറ്റൊരു പ്രത്യേകത, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ എന്നതാണ്. തൗറാത്തും ഇഞ്ചീലും സബൂറും സുഹുഫ് ഇബ്രാഹീമുമെല്ലാം റമളാനിലാണ് ഇറങ്ങിയതെന്ന് ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ എന്ന് പറയുന്നത്. സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്ത്. അതിനെപ്പറ്റി അല്ലാഹു പറഞ്ഞത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. അതുപോലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. തീർച്ചയായും നാം വിശുദ്ധ ഖുർആൻ ഇറക്കിയത് ഖദറിന്റെ രാവിലാകുന്നു. ഇപ്പൊ ചില ആളുകളെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറഞ്ഞത് അത് ശഅബാൻ മാസത്തെ 15-നാണ് എന്ന് പറയാറുണ്ട്. ബറാഅത്ത് രാവ് അവരാഘോഷിക്കാറുണ്ട്. ശഅബാൻ 15-ന് പ്രത്യേകമായി നോമ്പ്, ബറാഅത്ത് നോമ്പ് അവർ അനുഷ്ഠിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു നോമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. എല്ലാ അറബി മാസത്തിലും അയ്യാമുൽ ബീദിൻ്റെ നോമ്പുണ്ട്, 13, 14, 15 ദിവസങ്ങളുടെ നോമ്പുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പുകളുണ്ട്. അറഫ നോമ്പുണ്ട്, മുഹറത്തിൻ്റെ നോമ്പുണ്ട്, അതുപോലെ തന്നെ സുന്നത്താക്കപ്പെട്ട 6 നോമ്പുകളുണ്ട്. ഇങ്ങനെ പല നോമ്പുകളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും
റജബിൻ്റെ നോമ്പ്, റജബ് 27 നോമ്പ്, ഷഅബാൻ 15 നോമ്പ്, അതൊന്നും നമുക്ക് സുന്നത്തിൽ കാണാൻ കഴിയുകയില്ല. സുന്നത്തിൽ അതുണ്ടാകുമായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുമായിരുന്നു. ഷഅബാൻ മാസത്തിൽ നമ്മുടെ വർഷത്തിലെ കർമ്മങ്ങൾ അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുമെന്നും ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രാവിൽ തൻ്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുമെന്നും ശിർക്ക് ചെയ്യുന്നവർക്കും മനസ്സിൽ പകയുള്ളവർക്കും പുറത്തു കൊടുക്കുകയില്ല എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. അതിലപ്പുറം അതിന് പ്രത്യേകമായ നമസ്കാരമോ നോമ്പോ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയില്ല. ആ വിഷയത്തിൽ സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് ഓരോരുത്തർക്കും തോന്നുന്ന രൂപത്തിൽ ഓരോ ദിക്റുകൾ അടിച്ചടക്കുന്നു, ഓരോ ബിദ്അത്തുകൾ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആൻ സംഘം വീട്ടിലേക്ക് കയറാതിരിക്കാൻ വരെ ദിക്റ് ഇവരെന്ത് ചെയ്യുന്നു? പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഓരോ പുരോഹിതന്മാർക്ക് തോന്നുന്നത് അവർ പറയുന്നു, ഇന്ന സൂറത്ത് 1000 പ്രാവശ്യം ചൊല്ല, ഇന്ന ദിക്റ് ഇന്ന സമയത്ത് ഇത്ര പ്രാവശ്യം ചൊല്ല എന്നൊക്കെ പറഞ്ഞ് ബിദ്അത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബിദ്അത്തുകൾ വഴിപിയവാണ്, എല്ലാ ദലാലത്തും നരകത്തിലേക്കാണ് എത്തിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സുന്നത്തിൻ്റെ ആളുകളിൽ അള്ളാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോൾ റമദാൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക. അത് റംസാനിൽ മാത്രമല്ല, എല്ലാ സമയത്തും ഓതിക്കൊണ്ടിരിക്കുക. മഹാനായ പണ്ഡിതൻ സുലൈമാൻ അർ-റുഹൈലി പറയുന്നൊരു വാക്ക് ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയാണ്, പലപ്പോഴും ആളുകൾ ചിന്തിക്കല് എനിക്കൊരുപാട് ഹിഫ്ദില്ലല്ലോ. അപ്പം അദ്ദേഹം പറയാം, നിനക്ക് കൂടുതൽ ഹിഫ്ദില്ലെങ്കിൽ, നിൻ്റെ കയ്യിൽ മുസാഫ് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുക? നിനക്ക് അറിയുന്ന സൂറത്തിനെ ആവർത്തിച്ച് ചൊല്ലുക. ഇപ്പോൾ ഫാത്തിഹ എല്ലാവർക്കും അറിയില്ലേ? അതെന്ത് ചെയ്യുക? ചൊല്ലുക, വീണ്ടും ചൊല്ലുക, വീണ്ടും ചൊല്ലുക, വീണ്ടും ചൊല്ലുക. മറ്റു സൂറത്ത് പഠിക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? പഠിച്ചതിനെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക? ആവർത്തിക്കുക. സൂറത്തുൽ ഇഖ്ലാസ് അറിയില്ലേ? 1 മിനിറ്റ് കൊണ്ട് 3-4 സൂറത്ത് ഓതാ. 1 മിനിറ്റ് കൊണ്ട് 3-4 സൂറത്ത് ഓതാ. 1 മിനിറ്റ് മതി. എത്ര ദിക്റല്ല? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. 1 മിനിറ്റ് വേണ്ട. 1 മിനിറ്റ് കൊണ്ട് നമുക്ക് 60-70 പ്രാവശ്യം ചൊല്ലാം, അല്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നത് സ്വർഗത്തിലെ നിധിയാണ്. ചൊല്ലാൻ വളരെ കുറഞ്ഞ സമയം മതി. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നത് സ്വർഗത്തിലെ ചെടികളാണെന്ന് കാണാം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്തുകളാണെന്ന് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്താണെന്ന് കാണാം. ഒരു ഹർഫിന് മിനിമം 10 പ്രതിഫലമാണ്. അലിഫ് ലാം മീം എന്ന് ഓതിയാൽ മിനിമം 30 പ്രതിഫലം കിട്ടും. പ്രത്യേകമായ പദവിയുള്ള ഖുർആന്റെ മൂന്നിലൊന്നറിയപ്പെടുന്ന സൂറത്തുൽ ഇഖ്ലാസ്, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ, ഖുർആനിലെ ഏറ്റവും പവിത്രമായ ആയത്തായ ആയത്തുൽ കുർസി, അതുപോലെ തന്നെ ആമനർ റസൂൽ എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ, ഇതിനൊക്കെ ഒരുപാട് മഹത്വങ്ങളുണ്ട്. ശൈത്താന്റെ ഷർറിൽ നിന്ന് സംരക്ഷണമായി അത് മതി എന്ന് കാണാം. ചില റിപ്പോർട്ട് പ്രകാരം ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ആ ആയത്തുകൾ രാത്രി നമസ്കാരത്തിന് പോലും പകരമായി മതി എന്ന് പറഞ്ഞാൽ അത്രയും പ്രതിഫലം ലഭിക്കുമെന്നാണ്. അപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നില്ല കുറേ പ്രതിഫലം കിട്ടാൻ. സുബ്ഹ് നമസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് ഈ ദുനിയാവിലെ മുഴുവൻ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നവരെക്കാൾ ഉത്തമമാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ആലോചിക്കുക, നാളെ സുബഹിക്ക് പള്ളിക്ക് പോകുന്നവർക്കൊക്കെ 5000 ഉറുപ്പിക ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇന്ന് തന്നെ പോയി അവിടെ കിടന്നുറങ്ങും. കാരണം നാളെ നമ്മൾ എണീക്കൂലെന്ന് കരുതിയിട്ട്. നമ്മൾ പല പള്ളികളിലും നബിദിനത്തിൻ്റെ അന്ന് നല്ല ആളായിരിക്കും സുബഹിക്ക്, നെയ്ച്ചോറും ബീഫും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. എന്നാൽ ജമാഅത്തിന് വളരെ കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. ഭൗതികമായി ലാഭം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ അവിടെ പോകും. എന്നാൽ സുബ്ഹ് നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം അത് ഈ ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. അത് വിശദീകരിച്ച പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എങ്കിൽ സുബ്ഹ് നമസ്കാരത്തിനുള്ള പ്രതിഫലം എത്രയായിരിക്കും? ഫർലായ കാര്യങ്ങൾക്കാണ്
സുന്നത്തായതിനേക്കാൾ കൂടുതൽ പ്രതിഫലമുള്ളത്. സ്വതക്ക നമ്മൾ ചെയ്യാറുണ്ടല്ലോ, ഐച്ഛികമായ നാഫിലത്തായ സ്വതക്ക ചെയ്യാറുണ്ട്. അതിനേക്കാൾ കൂലിയാണ് സക്കാത്ത് കൊടുക്കണേന്. ശ്രദ്ധിക്കുക, നമ്മൾ വിചാരിച്ചത് സക്കാത്ത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ്, അത് ഓർക്ക് കൊടുക്കുമ്പോൾ നമുക്കൊന്നും കിട്ടാനില്ല എന്നാ. അല്ല, സക്കാത്ത് പാവപ്പെട്ടവൻ്റെ അവകാശം തന്നെയാണ്. പക്ഷേ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കത് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. സക്കാത്തിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ആഭരണത്തിൻ്റെ സക്കാത്താണെങ്കിലും സമ്പത്തിൻ്റെ സക്കാത്താണെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. റമളാനിലേക്ക് പ്രവേശിക്കുമ്പോഴെങ്കിലും അതിൻ്റെ കണക്കൊക്കെ ഒന്ന് ശരിയാക്കി അതിൻ്റെ അവകാശികൾക്ക് ആ വിഹിതം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. വിജയിച്ചവരായ വിശ്വാസികളുടെ ഗുണമായി അല്ലാഹു പറഞ്ഞത് സകാത്ത് നൽകുന്ന ആളുകളാണ് അവർ. സകാത്ത് പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സകാത്ത് കൊടുക്കാത്ത ആളുകൾ അവർ പരലോകത്ത് ഖേദിക്കേണ്ടി വരും. ആ ആഭരണങ്ങൾ ചൂടാക്കി നരകത്തിൽ വെച്ചവരുടെ ശരീരത്തിൽ വെച്ച് പൊള്ളിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർപ്പങ്ങളായി നരകത്തിൽ വെച്ചതിൻ്റെ ആളുകളെ അവ കൊത്തുമെന്നും ഉപദ്രവിക്കുമെന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തെ കാര്യമാണ് സകാത്ത് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അത് നിർവഹിക്കുക. നാലാമത്തെ നോമ്പ് അടക്കട്ടെ, അതിന് മുമ്പ് സകാത്തിൻ്റെ കാര്യം വളരെ പ്രധാനമാണ്. മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല 3 സ്ഥലങ്ങളിൽ 2 കാര്യങ്ങൾ ചേർത്ത് പറയുന്നുണ്ട്. അഥവാ വഅഖീമുസ്സലാത വആതുസ്സകാ, നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുക, സകാത്ത് നൽകുക. ഒരാൾ നിസ്കരിക്കുന്നു പക്ഷേ സകാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ആളെ നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ അത് ബാധിക്കുമെന്നാണ്. അതുപോലെ അല്ലാഹു പറയുന്നു വഅതീഉല്ലാഹ വഅതീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. ഒരാൾ അല്ലാഹുവിനെ അനുസരിക്കുന്നുണ്ട് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്നില്ലെങ്കിൽ ആ അനുസരണം അല്ലാഹു സ്വീകരിക്കുകയില്ല. അനിഷ്കുർലി വലിവാലിദൈക്, നീ എനിക്ക് നന്ദി കാണിക്കുക, നിന്റെ മാതാപിതാക്കളോട് നീ നന്ദി ചെയ്യുക എന്നല്ല പറയുന്നുണ്ട്. അള്ളാഹ്ക്ക് നന്ദി ചെയ്യുന്നുണ്ട് പക്ഷേ മാതാപിതാക്കളോട് നന്ദി കേട് കാണിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അയാളുടെ പ്രവർത്തനം സ്വീകരിക്കൂല എന്നാ. അപ്പൊ സകാത്ത് നമ്മുടെ നമസ്കാരത്തിൻ്റെ സ്വീകാര്യതയെപ്പോലും ബാധിക്കുന്ന വിഷയമാണെന്ന് ഗൗരവമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് പ്രാധാന്യത്തോടുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. പ്രിയമുള്ളവർ, റമളാനിൻ്റെ മഹത്വങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. റമളാൻ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. അതുകൊണ്ട് തന്നെ ധാരാളമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാൻ നമ്മൾ ആ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 2 ആളുകൾ ഒരേ സമയം ഇസ്ലാം സ്വീകരിച്ചു. അതിൽപ്പെട്ട ഒരാൾ യുദ്ധത്തിൽ ഷഹീദായി. ഷഹീദിന് ഒരുപാട് പ്രതിഫലമുണ്ട്, നമുക്കറിയാം. രണ്ടാമത്തെ വ്യക്തി 1 വർഷത്തിന് ശേഷം സ്വാഭാവികമായ മരണം വരിച്ചു. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് ആ സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടത്. സ്വാഭാവികമായി മരണം വരിച്ച വ്യക്തി ഷഹീദായ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ചതിനേക്കാൾ നേരത്തെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിഷയം പറഞ്ഞു. അദ്ദേഹം കണ്ട സ്വപ്നത്തെപ്പറ്റി പറഞ്ഞു. നബി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന, അദ്ദേഹം 1 വർഷം കൂടി ജീവിച്ചിട്ടില്ലേ? അത് ഒരു റമളാൻ കൂടി അതിൽ കടന്നുപോയിട്ടുണ്ട്. ആ റമളാൻ അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റമളാൻ കൊണ്ട് ഒരു ഷഹീദിൻ്റെ പ്രതിഫലത്തേക്കാൾ അയാൾക്ക് മുന്നേറാൻ സാധിച്ചു. അത്രയും പുണ്യങ്ങൾ വാരിക്കൂട്ടാവുന്ന അവസരങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിൽ റമളാൻ ആകുമ്പോൾ എങ്ങനെയാണ് ആൾക്കാർ വരവേൽക്കുന്നത്? റമളാൻ സ്പെഷ്യൽ ഓഫർ അല്ലേ, അതുപോലെ തന്നെ റമളാൻ സ്പെഷ്യൽ കടികൾ, അതിനുവേണ്ടി പ്രത്യേകമായ കോളങ്ങൾ പത്രങ്ങളിൽ,
എന്തിനാ അല്ലാഹ് നമ്മൾ സൃഷ്ടിച്ചത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങളെ പരീക്ഷിക്കാനാണ്. എന്താ പരീക്ഷണം? നിങ്ങൾ ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് ആര് എന്ന് പരീക്ഷിക്കാൻ. നിങ്ങൾ ഏറ്റവും നല്ല പലഹാരം ഉണ്ടാക്കുന്നത് ആര് എന്ന് പരീക്ഷിക്കാനല്ല. അല്ലേ? തറാവീനൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ബാക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കൂ. എന്താ അറിയോ? മക്കളെ അവിടെ തന്നെ ഉണ്ടോ നോക്കുകയാണ്. ഓരോ 2 റക്അത്ത് ചെയ്യുമ്പോഴും ഇപ്പാരിങ്ങനെ തിരിച്ചില്ല, മക്കളവിടെ ഉണ്ടോയെന്ന്. കാരണം എന്താ പറയുക, പല കുട്ടികളും ഇപ്പാരണ്ട് കൈയ്യെട്ടി കഴിഞ്ഞാണ്ട് പുറത്തേക്ക് ഇറങ്ങും. പിന്നെ ഫുൾ ജാർ സോഡ, കുൽക്കി സർബത്ത്, മാങ്ങപ്പിലിട്ടത്. എന്നോടാണ് പറഞ്ഞത് മംഗലാപുരം ഭാഗത്തൊക്കെ രാത്രി ഫുള്ള് തീറ്റയാണ് അല്ലേ? രാത്രി ഫുള്ള് തീറ്റയാണ്. പകൽ പിന്നെ സ്വാഭാവികമായിട്ട് ഉറക്കന്നായിരിക്കും അല്ലേ? ഇതാണ് പലപ്പോഴും അവസ്ഥ. ചില ടെക്സ്റ്റൈൽസിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നോമ്പ് തുറക്കാൻ സൗകര്യമുണ്ടായിരിക്കും. ഈത്തികാഫ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, തറാവിസ്കാത്തിന് സൗകര്യം ഉണ്ടോയെന്ന് അറിയില്ല. 1ാമത്തെ 10 നമ്മൾ സാധാരണ തമാശക്ക് പറയാറുണ്ട്, 1ാമത്തെ 10 ഡ്രസ്സ് പോയി വെക്കാനുള്ള മാസമാണ്, 10ആണ്. ആ കളറിൽ വേറെ മോഡലുണ്ടോ, ആ മോഡലിൽ വേറെ കളറുണ്ടോ, അത് പറയും. ഇവിടെ ഒന്നും സെലക്ഷൻ ഇല്ല, അവിടെ പോരാ അല്ലേ? എന്നിട്ട് പിന്നെ വേറെ സ്ഥലത്ത് കോഴിക്കോട്ടേക്കൊക്കെ പോകണം എന്നാലേ എടുത്താൽ ശരിയാവുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിയ സമയം പോയി കിട്ടില്ലല്ലോ. എന്നിട്ട് ഹൈലൈറ്റ് മാളിലാണ് നോമ്പറക്കൽ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, രാത്രിയും പകലും പവിത്രമാണ്. ചില ആൾക്കാരെ വിചാരം റമളാനിൻ്റെ നോമ്പിൻ്റെ പകൽ മാത്രമേ പവിത്രതയുള്ളൂ, രാത്രി പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന്. അങ്ങനല്ല. പിന്നെ 2ാമത്തെ 10 ഇത് വാങ്ങാൻ പോണ 10ആണ്, പിന്നെ അവസാനത്തെ 10 മാറ്റിക്കാൻ പോകണ്ടേ അല്ല? ഇതാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊരു ഗൗരവത്തോടു കൂടി കാണണം. റമളാൻ മാസത്തിലെ സമയങ്ങൾ ഏറ്റവും പവിത്രമായ സന്ദർഭങ്ങളാണ് എന്ന് മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ 4ാമത്താണല്ലോ നോമ്പ് എന്ന് പറഞ്ഞാൽ. നോമ്പിൻ്റെ പ്രത്യേകത എന്താ? അതായത് നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ടുള്ള ഇബാദത്താണ് നിസ്കാരം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്ത് കൊണ്ടുള്ള ഇബാദത്താണ്. അപ്പം നമുക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മറ്റൊരാളോട് എടുത്ത് കൊടുക്കാൻ വരെ നമുക്ക് പറയാം സക്കാത്താകുമ്പോൾ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും നിർവഹിക്കേണ്ട ഇബാദത്താണ്, അവർക്ക് നിർബന്ധമുള്ളൂ. എന്നാൽ നോമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകമായി ഒന്നും ചെയ്യാനില്ല. ശ്രദ്ധിക്കുക, സാധാരണ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നോമ്പിൻ്റെ പകലിൽ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. വെള്ളം കുടിക്കുന്നു സാധാരണ നമ്മൾ, പക്ഷെ നമ്മൾ നോമ്പിൻ്റെ പകലുകൾ അത് കുടിക്കുന്നില്ല. ഭക്ഷണം കഴിക്കുന്നില്ല, ഇണകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല. എന്തുകൊണ്ട് ഏർപ്പെടുന്നില്ല? എന്തുകൊണ്ട് രാവിലെ പകലുകളിൽ വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ഫ്രിഡ്ജിൽ ഇറച്ചിയുണ്ട്, അത് പന്നിയിറച്ചിയല്ല, ആട്ടിറച്ചിയോ പോത്തിറച്ചിയോ കോഴിയിറച്ചിയാണ്. നമ്മൾ കഴിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? സാധാരണ നിലയിൽ നമുക്കത് ഹലാലാണെങ്കിലും ആ ഭക്ഷണം ത്വയ്യിബാണെങ്കിലും നമ്മളത് കഴിക്കുന്നില്ല. കാരണം ഈ പകലുകളിൽ എനിക്കിത് ഹറാമാണ്, ഇത് കഴിക്കൽ എനിക്ക് പാടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വെള്ളമുണ്ട്, ജ്യൂസുണ്ട്, പക്ഷെ നമ്മൾ കുടിക്കുന്നില്ല. കള്ളായതുകൊണ്ട് കുടിക്കാത്തതല്ല, മറിച്ച് സാധാരണ നിലയിൽ ഇത് പകലുകളിൽ കുടിക്കൽ അനുവദനീയമാണെങ്കിലും റമളാനിൻ്റെ പകലുകളിൽ അല്ലെങ്കിൽ നോമ്പിൻ്റെ പകലുകളിൽ എനിക്കിത് നിഷിദ്ധമാണ്. കാരണം എൻ്റെ നോമ്പ് മുറിയാൻ ഇത് കാരണമാകും എന്ന് മനസ്സിലാക്കി നമ്മൾ പട്ടിണി ശീലിക്കുന്നു. അതുപോലെ തന്നെ ഇണകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല. അള്ളാഹു നമുക്ക് അനുവദിച്ച നിക്കാഹ് കർമ്മത്തിലൂടെ അള്ളാഹു നമുക്ക് ഇണയായി നിശ്ചയിച്ചവരാണവർ. പക്ഷേ അത് നമ്മൾ അതിൻ്റെ പകലുകളിൽ നമുക്ക് നിഷിദ്ധമാണ്. ഇങ്ങനെ ശീലിച്ച ഒരാൾക്ക് ഹറാമ് തിന്നാൻ കഴിയോ? ഹറാമായ പാനീയം കുടിക്കാൻ കഴിയുമോ? അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാൻ കഴിയുമോ? ഇങ്ങനെയാണ് റംളാൻ കൊണ്ട്, നോമ്പ് കൊണ്ട് നമ്മൾ തഖ്വ ശീലിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാവാനാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അൽ അമലു ബി ത്വാഅത്തില്ലാഹി അലാ നൂരിൻ മിനല്ലാഹി റജാഅ റഹ്മത്തില്ലാ
അള്ളാഹിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യലാണ് തഖ്വ. ജനങ്ങളുടെ പ്രീതിക്ക് വേണ്ടി കർമ്മം ചെയ്ത തഖ്വ ആവൂല. വതർക്കു മആസില്ലാഹി അലാ നൂരിൻ മിനല്ലാഹി മഖാഫത അദാബില്ലാ. അള്ളാഹിൻ്റെ അദാബ് ഭയപ്പെട്ടുകൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കലാണ് തഖ്വ. ഈ അമൽ ചെയ്യുന്നതും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതുമൊക്കെ കൃത്യമായ പ്രമാണത്തിൻ്റെ പ്രകാശത്തിൻ്റെ പിൻബലത്തോടു കൂടിയായിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ നിസ്കരിക്കുന്നു, മനോഹരമായ ഖിറാഅത്ത്, കൃത്യമായ രൂപത്തിൽ സുജൂദ് ചെയ്യുന്നുണ്ട്, റുകൂ ചെയ്യുന്നുണ്ട്, ഒരുപാട് സമയമെടുത്ത് നിസ്കരിക്കുന്നു. പക്ഷെ അവിടെ നീയത്ത് ശരിയല്ല, ആ നിസ്കാരം അല്ലാഹ് സ്വീകരിക്കൂല. ഇനി വേറൊരാൾ പരലോകത്ത് അല്ലാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ഒരുപാട് സമയം നിന്ന് അയാൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ നിസ്കാരം നബി പഠിപ്പിച്ചതുപോലല്ല, സ്വീകരിക്കും അല്ലാഹു തആല? ഇല്ല. ഇപ്പോൾ ഒരാൾ നിസ്കരിക്കുമ്പോൾ അർ റഹ്മാനു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്നു, സ്വീകരിക്കുമോ? ഫാത്തിഹയ്ക്ക് പകരം ഒരാൾ ബഖറ ഓതുന്നു. ആദ്യം നമ്മൾ പ്രസംഗിക്കുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് തുടങ്ങിയല്ലോ. ഇതുപോലെ നിസ്കരിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാൻ പറ്റുമോ? നിസ്കാരത്തിലുള്ള ദിക്റുകളോ ദുആകളോ അതിൻ്റെ സന്ദർഭമോ ഒന്നും മാറാൻ പാടില്ല. അത്രയും കൃത്യമായി പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ നിസ്കരിക്കണം. ഇതേപോലെ തന്നെ നോമ്പും പഠിപ്പിക്കപ്പെട്ട പോലെ നോമ്പ് അനുഷ്ഠിക്കണം. ഒരാളിപ്പോൾ ളുഹർ മുതൽ ഇശാ വരെ നോമ്പ് വെൽക്കാന്ന് വിചാരിച്ചാൽ കഴിയില്ല. ആ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ബാങ്ക് കൊടുത്ത് ഒരു 5 മിനിറ്റ് കൂടി ഫുഡ് കഴിച്ചിട്ട് പിന്നെന്ത് ചെയ്യുക, വേണമെങ്കിൽ ഒന്ന് കൂട്ടിയെടുക്കുക, അല്ലേ? അത് പറ്റുമോ? അത് പറ്റുകയില്ല. അത്രയും കൃത്യമായ രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ട പോലെ അള്ളാഹിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ച് ശീലിക്കുന്ന ഒരാൾക്ക് എല്ലാ അർത്ഥത്തിലും നിയന്ത്രണം കിട്ടും. റസൂൽ പറഞ്ഞു, യാ മഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്. അല്ലയോ യുവസമൂഹമേ, നിങ്ങളിൽ വിവാഹത്തിനുള്ള ശേഷിയെത്തുന്നവർ വിവാഹം കഴിക്കട്ടെ. ഫമൻ ലം യസ്തതി' ഫഅലൈഹി ബിസ്സൗം. അതിന് കഴിയാത്ത ആളുകൾ നോമ്പനുഷ്ഠിക്കട്ടെ. ഫഇന്നഹു ലഹു വിജാ. കാരണം നോമ്പൊരു സംരക്ഷണമാണ്. ചാരിത്ര സംരക്ഷണത്തിന്, കണ്ണുകളെ നിയന്ത്രിക്കുവാൻ, ആത്മനിയന്ത്രണത്തിന് ഒക്കെ വലിയ ഒരു വഴിയാണ് നോമ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഭക്ഷണം കുറച്ചാൽ തന്നെ ഒരുപാട് ഖൈറുകൾ നമുക്കതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും. എല്ലാവരും എന്ത് ചെയ്യുക, റമളാൻ്റെ തലേദിവസം ഒന്ന് തൂക്കി വെക്കുക, ശഅബാന് 30 അല്ലെങ്കിൽ 29 തൂക്കി വെക്കുക, എന്നിട്ട് ശവ്വാൽ 1 തൂക്കി വെക്കുക. തടി കൂടിയിട്ടുണ്ടാവും. നോമ്പായപ്പോൾ തടിയൊക്കെ ഒന്ന് ഉഷാറായല്ലോ എന്നാണ് എൻ്റെ ആൾക്കാർ പലപ്പോഴും പറയാറുള്ളത്. നമ്മൾ ആലോചിച്ച് വെക്കുക, തിന്നാനുള്ള മാസമാണോ? നമ്മളെ സാധാരണ പറഞ്ഞാൽ ഈ പൊരിക്കടിയൊക്കെ കാണുമ്പോൾ നമുക്ക് നോമ്പ് ഓർമ്മ വരാം. ശരിക്ക് നോമ്പാകുമ്പോൾ ഭക്ഷണം നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ എൻ്റെ ഒക്കെ അവസ്ഥയാണ് പറഞ്ഞത്, ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി പുറത്ത് പോയാൽ ഒരു ചായയും ഒരു സമൂസ അല്ലെങ്കിൽ ഒരു പരിപ്പുവട അത്രയൊക്കെ നമ്മൾ കഴിക്കുമല്ലോ. റമളാനായ എത്ര സമൂസ കഴിക്കൽ നമ്മൾ, അല്ലേ? ഫ്രൂട്ട്സ് എത്ര നമ്മൾ കഴിക്കൽ, എത്ര പ്രാവശ്യം, അല്ലേ? നിസ്കാരത്തിന് മുമ്പ് 1, തറാവിക്ക് മുമ്പ് 1, തറാവിക്ക് ശേഷം 1, അത്താഴത്തിന്, അല്ലേ? ബാക്കിയുണ്ടെങ്കിൽ അത്താഴത്തിന് വെച്ചാളി, അത്താഴത്തിനുണ്ടെങ്കിൽ മുത്താഴത്തിന് വെച്ചാളി, ഇങ്ങനെ മാറ്റി മാറ്റി, അല്ലേ? എത്ര നമ്മൾ കഴിക്കുന്നത്? അത് ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ഭക്ഷണം കൂടുതൽ കഴിക്കാനുള്ള മാസമല്ല. ഈ എന്താ പറയുക, നമുക്ക് ചില പണ്ഡിതന്മാർ പറഞ്ഞു, റാഹത്തുൽ ജിസ്മി ഖില്ലത്തു ത്വആം. ശരീരത്തിൻ്റെ റാഹത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കുറക്കുമ്പോഴാണ് ശരീരത്തിന് റാഹത്ത് കിട്ടുക എന്നുള്ള. ഇബാദത്തുകൾക്ക് കൂടുതൽ ആവേശമുണ്ടാകുക ഭക്ഷണം കുറക്കുമ്പോഴാണ്. റമളാനിലെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക. ളുഹറിന് നമുക്കൊരു പ്രയാസമില്ല നിൽക്കാൻ, അസറിന് പ്രയാസമില്ല, മഗ്രിബിനും വലിയ പ്രയാസമില്ല. ഇശാൻ്റെ അവസ്ഥ എന്താണ്? എന്താ? ചില ആൾക്കാർ ഭക്ഷണം കഴിക്കാതെ പോകും. കാരണം എന്താ? ഭക്ഷണം കഴിച്ചാൽ ഇശാന് നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യുക, കഴിക്കാൻ തീരുമാനിക്കും. അപ്പോൾ ഈ കാര്യമൊക്കെ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. ഇനി നോമ്പിൻ്റെ ചില മഹത്വങ്ങൾ പറയാം. ഒരിക്കലും സ്വഹാബി നബിയുടെ അടുക്കൽ വന്നു. ഈ നോമ്പിൻ്റെ മഹത്വം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് റമളാനിലെ നോമ്പിനെ പറ്റിയല്ല, എല്ലാ നോമ്പിനും ഈ മഹത്വമുണ്ട്. റമളാനിൽ കുറച്ചും കൂടി മഹത്വം കൂടും. നബി പറഞ്ഞ സ്വഹാബി ചോദിക്കുകയാണ്, മുർനി ബി അംറിൻ ആഖുദുഹു അൻക. നബിയെ, നിങ്ങൾ എനിക്കൊരു കാര്യം പഠിപ്പിക്കണം, ഞാൻ നിങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കാം. നബി പറഞ്ഞു, അലൈക ബിസ്സൗം, നീ നോമ്പ് അനുഷ്ഠിക്കുക.
ഫഇന്നഹു ലാ മിസ്ല ലഹു, തീർച്ചയായും അതിന് തുല്യമായതൊന്നും വേറെയില്ല. നമ്മൾ നമ്മളെ മക്കളെ നോമ്പ് ശീലിപ്പിക്കണം. പലപ്പോഴും വല്യമാരാണിത് മുടക്കാൻ വരിക. എന്തിനാണ് അതിനെക്കൊണ്ടൊക്കെ നോമ്പ് ഒലിപ്പിക്കണത്? അത് ചെറിയ കുട്ടിയല്ലേ. സഹാബിമാർ അവരുടെ കുട്ടികൾക്ക് നോമ്പ് ശീലിപ്പിക്കാറുണ്ടായിരുന്നു. അവർ ഭക്ഷണത്തിനൊക്കെ ചോദിക്കുമ്പോൾ കളിപ്പാട്ടങ്ങളും മറ്റും കൊടുത്ത് അവർക്ക് ആ ഇബാദത്ത് ശീലിപ്പിക്കാറുണ്ടായിരുന്നു. മതത്തിൻ്റെ അധ്യാപനങ്ങൾ ചെറുപ്പം മുതലേ അവർക്ക് നിർബന്ധമല്ല എങ്കിൽ പോലും ചെറുപ്പം മുതലേ നമ്മൾ അവരെ അത് ശീലിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ചെറിയ കുട്ടിക്ക്, ഒരു ചെറിയ പെൺകുട്ടിക്ക് പർദ്ദയും മക്കനിടയിൽ നിർബന്ധമാണോ? അല്ല. ഇടയ്ക്കൊക്കെ അത് ഇട്ടുകൊടുക്കണം. എന്തിനാ? അവർക്കതിനോട് ഇഷ്ടം ഉണ്ടാവണം. അവർക്കതിനോട് ഇഷ്ടം ഉണ്ടാവണം. അതുപോലെ തന്നെ ഏതൊരു കാര്യവും, ഇപ്പം ചെറിയ കുട്ടികൾക്ക് നിസ്കാരം നിർബന്ധമാണോ? അല്ല. പക്ഷേ അവനോട് ഇടയ്ക്കൊക്കെ പള്ളിക്ക് കൊണ്ടുവരണം. നമ്മൾ നിസ്കരിക്കുമ്പോൾ കൂടെ നിർത്തണം. എന്തിനാണത്? അവർക്കത് ശീലമായി മാറണം. ഓരോ നോമ്പ് അവർ അനുഷ്ഠിക്കുമ്പോഴും ചെറിയ മക്കൾക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കണം. ഖുർആനിലെ ഓരോ ചെറിയ സൂറത്തുകൾ അവർ പഠിക്കുമ്പോഴും അവരെ നമ്മൾ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് പ്രത്യേകമായ മാർക്ക് കൊടുക്കണം. മത്സരബുദ്ധി ഉണ്ടാവണം കുട്ടികൾക്ക് ആ വിഷയത്തിൽ. അല്ലെങ്കിൽ എന്താ അറിയോ, നമ്മുടെ മക്കൾ നമ്മൾ പിടുത്തം വിട്ടു. ഉമ്മാക്ക് ഉപ്പാക്കൊക്കെ നോമ്പുണ്ടാവും, മക്കൾ പുറത്തു പോയ നോമ്പ് ഒരുക്കുന്ന ഒരു ഉറപ്പില്ല. എത്രയോ കുട്ടികൾ വെള്ളം കുടിക്കണം നമ്മൾ കാണുന്നുണ്ട്. +1 +2 വിദ്യാർത്ഥികളൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ഒരു റമദാൻ സമയത്ത് പരീക്ഷയാണ്. ഒരു കുട്ടി പറയുന്നത് പരീക്ഷയാണ്, നോമ്പൊരിക്കണം അല്ലേ? പരീക്ഷയും നോമ്പെന്ത് ബന്ധമുള്ളത്? നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഫർലായ നോമ്പ് വരെ എന്ത് ചെയ്യുക, മുറിക്കുന്ന ഒരു അവസ്ഥ. പ്രിയമുള്ളവർ, ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. നബി പറയുന്നത് സൗമു ഷഹരി സ്വബിരി, സ്വബറിൻ്റെ മാസത്തിലെ നോമ്പ് അഥവാ റമദാൻ മാസത്തിലെ നോമ്പ്. വസലാസത്തു അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലെയും 3 നോമ്പുകൾ. യുദ്ഹിബിന വഹറസ്സദർ, മനസ്സിലെ പകയില്ലാതാക്കി തീർക്കുന്നതാണ്. മനസ്സിലെ പക പോവാൻ നോമ്പ് കാരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്ത് നമ്മൾ വായിക്കണം. ഓരോ വിഷയങ്ങൾ പറയാണ്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വസ്സാദിഖീന വസ്സാദിഖാത്ത് വസ്സാബിരീന വസ്സാബിറാത്ത് വൽ ഖാശിഈന വൽ ഖാശിആത്ത് വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്. വ്യത്യസ്ത ഗുണങ്ങൾ ഇങ്ങനെ പറയാം, വിശദീകരിക്കുന്നില്ല. മുസ്ലിങ്ങളായ പുരുഷന്മാർ സ്ത്രീകൾ, മുഅ്മിനീങ്ങളായ പുരുഷന്മാർ സ്ത്രീകൾ, അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന വിശ്വാസികൾ സ്ത്രീകൾ, പുരുഷന്മാർ സ്ത്രീകൾ, ഇങ്ങനെ ഓരോന്ന് പറയാം. അതിൽ കാണാം വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പുകാരായ പുരുഷന്മാർ സ്ത്രീകൾ, വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്, തങ്ങളുടെ ജനനേന്ദ്രിയം നിയന്ത്രിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാർ സ്ത്രീകൾ, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ, അല്ലാഹ് അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വച്ചിട്ടുണ്ട് എന്നതാണ്. നോമ്പിനെ പറ്റി അല്ലാഹ് പറഞ്ഞത് അസ്സൗമു ലീ വഅന അജ്സീ ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അവന് ഞാനാണ് പ്രതിഫലം നൽകുന്നത്. എൻ്റെ അർത്ഥം എന്താ അറിയോ? പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ നിസ്കരിക്കുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നത് അയാൾ നിസ്കരിക്കാന്ന് മനസ്സിലാവും. ഒരാൾ വിശുദ്ധ ഖുർആൻ ഓതുന്നത് നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അയാൾ ഖുർആൻ ഓതുകയെന്ന്. ഒരാൾ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുമ്പോഴും ഒരാൾ ദിക്ർ ചൊല്ലുമ്പോഴും ഒക്കെ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഒരാൾ നോമ്പുകാരനാണെന്ന് നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ ഉറപ്പിക്കാൻ കഴിയില്ല. ഒരു പക്ഷെ നമ്മുടെ ഒപ്പം ആളിൽ നിന്ന് നോമ്പ് വെച്ച ആളായിരിക്കും. നമ്മുടെ യാത്രയിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളൊരു പക്ഷെ നോമ്പുകാരനായിരിക്കും. റമളാൻ മാസത്തിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന മുസ്ലിമായ യാത്രക്കാരനൊരു പക്ഷേ നോമ്പ് മുറിച്ച ആളായിരിക്കും. നമുക്കൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, പറയാൻ കഴിയില്ല. ടേബിളിൻ്റെ മുമ്പിൽ എല്ലാവരും നോമ്പറക്കായിരിക്കുമ്പോൾ കുറേ അത്താഴക്കള്ളന്മാരും അത്താഴക്കള്ളത്തിയുള്ളവരുണ്ടാവും അല്ലേ? മനസ്സിലായോ? ഈ ഒരു അവസ്ഥ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പം നോമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ച് ചെയ്യാൻ കഴിയുന്ന കർമ്മമാണ്.
അസ്സൗമു ലീ വഅന അജ്സീ ബിഹി യദഉ ശഹ്വതഹു വഅക്ലഹു വശുർബഹു മിൻ അജ്ലി. അവൻ്റെ ഭക്ഷണവും അവൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ വികാരങ്ങളും അവൻ്റെ പാനീയവുമെല്ലാം ഞാൻ കാരണത്താലാണ് അവൻ ഉപേക്ഷിച്ചത് എന്നാണ്. നിയ്യത്ത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഒരാൾ മറന്നുകൊണ്ട് ഒരു ബിരിയാണിനെ കഴിച്ചു വിചാരിക്കുക നോമ്പിന്. ഒരാൾ മറന്ന് കഴിച്ചാൽ നോമ്പ് അറിയില്ല കേട്ടോ. പക്ഷെ ഒരാൾ മറന്ന് കഴിക്കണ കണ്ടാൽ ഓർമ്മപ്പെടുത്തൽ ആരെ ബാധ്യതയാണ്? അത് കാണുന്നവരുടെ. അപ്പം അയാൾ നിയ്യത്ത് എന്താണ്? നല്ല നിയ്യത്താണ്. അയാൾക്ക് അറിയില്ല, അയാൾ ഓർമ്മയില്ല, നോമ്പുള്ള ഓർമ്മ അയാൾക്കില്ല. എന്നാൽ ബോധപൂർവം ഒരാൾ ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ മതി, എന്തു ചെയ്യും? നോമ്പ് മുറിയും. ഒരാൾ ബസ്സിലോ മറ്റോ യാത്ര ചെയ്യാണ്, ബാങ്ക് വിളിക്കുന്നു, നോമ്പ് തുറക്കാൻ സമയമായി, ഒരു വെള്ളമോ ഈത്തപ്പഴമോ ഒന്നും നമ്മുടെ കയ്യിലില്ല, ഒരു മിഠായി ഒന്നുമില്ല. നമ്മൾ നോമ്പ് തുറന്നു എന്ന് നെയ്യത്താക്കി എന്തായി? നോമ്പ് തുറന്നു. അപ്പം നെയ്യത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരാം. അതിന് മുമ്പ് ചില അതും കൂടി പറയാം. നബി പറഞ്ഞു അസ്സൗമു ജുന്നത്തുൻ, നോമ്പൊരു പരിചയാണ്. ഫലാ യർഫുസ് വലാ യജ്ഹൽ, അസഭ്യമോ അനാവശ്യമോ ഒന്നും അവൻ പറയരുത്. വൈനുംറുൻ ഖാതലഹു അൻ ശാതമഹു ഫലിയഖുൽ ഇന്നി സ്വായിമുൻ മറത്തൈൻ. ആരെങ്കിലും തർക്കിക്കാനോ കലഹിക്കാനോ വന്നാൽ 2 പ്രാവശ്യം പറയുന്നത് ഞാൻ നോമ്പുകാരനാണ്, എനിക്കെന്താണ്? നോമ്പാണ്. ഇതെപ്പോഴാണ് പറയേണ്ടതറിയോ? തുടക്കത്തിൽ തന്നെ പറയണം. അല്ലാതെ കുറേയാണ്ട് പറഞ്ഞിട്ട് പറയും, കൂടുതലൊന്നും പറയിപ്പിക്കണ്ടൊക്കെ നോമ്പായി പോയി അല്ലേ, ഇനി പറഞ്ഞാൽ നോമ്പ് പറയും. പരദൂഷണം പറഞ്ഞ അവസാനം കഴിഞ്ഞ് പിരിയാൻ നേരത്തെ വരണത് ഇനി നമ്മൾ പറയണ്ട, ഇനി പറഞ്ഞാൽ നമ്മളെ നോമ്പ് എന്ത് ചെയ്യും? മുറിഞ്ഞു പോവും. നോമ്പ് ഇപ്പോഴും മുറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നാവിനെ നിയന്ത്രിക്കുക, നമ്മുടെ നാവിന് നോമ്പുണ്ടാവണം. നബി പറയാ വല ഖലൂഫു ഫമിസ്വാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നോമ്പുകാരൻ്റെ വായിൽ നിന്ന് വരുന്ന ഗന്ധം കസ്തൂരിയേക്കാൾ സൗരഭ്യമുള്ളതാണ്. അതിൻ്റെ അർത്ഥം നോമ്പുകാരന് പല്ലേക്കാൻ പാടില്ല എന്നുള്ളതല്ല, അത് അനുവദനീയമായ കാര്യമാണ്. പല്ലേക്കുമ്പോൾ വെള്ളം കുടിക്കാഞ്ഞാൽ മതി. മുമ്പ് ഞാൻ സക്കരിയ സ്വലായി ഒരു റംലാൻ ക്ലാസ്സിൽ അദ്ദേഹത്തിനോട് ഒരുപാട് സംശയങ്ങൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ ചോദിച്ചു എണ്ണ തേച്ച് കുളിച്ചാൽ നോമ്പ് മുറിയോ? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എണ്ണ കുടിക്കാഞ്ഞാൽ മതി പറയുന്നുണ്ട്. അപ്പോൾ പല്ല് തേക്കുന്നത് നോമ്പ് മുറിക്കുന്ന കാര്യമല്ല. പക്ഷേ പല്ല് തേക്കുമ്പോൾ വയറ്റിലേക്ക് വെള്ളം ഇറങ്ങുന്നത് സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ആളുകൾക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, നോമ്പിന് പല്ല് തേക്കാൻ പാടില്ല, പ്രത്യേകിച്ച് തേക്കാണെങ്കിൽ തന്നെ കൈകൊണ്ട് തേക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അല്ലാഹു അലം. ഇനി ഒരാൾ ഒരു ദിവസത്തെ നോമ്പ് അനുഷ്ഠിച്ചാൽ, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാ, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ, ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹഹു അനിന്നാരി 70 ഖരീഫാ, 70 വർഷത്തെ വഴിദൂരം അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ നരകത്തിൽ നിന്ന് അകറ്റുന്നതാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു നോമ്പിന് അല്ലെ നരകത്തിൻ്റെ അവസ്ഥ നമുക്കറിയാലോ. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു തദ്റൂന മാ ഹാദാ, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബിമാർ പറഞ്ഞു അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമാണ് ഏറ്റവും നന്നായി അറിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹാദാ ഹജറുൻ, ഇതൊരു കല്ലിൻ്റെ ശബ്ദമാണ്. റുമിയ ബി ഫിന്നാരി മുൻദു 70 ഖരീഫ, 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് എറിയപ്പെട്ടതാണത്. ഇപ്പോഴാണത് അതിൻ്റെ അടിയിലെത്തിയത്. ആ ശബ്ദമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഇന്നിപ്പോൾ ഒരു കല്ല് നരകത്ത് കിട്ടാൽ, ഇന്ന് ജനിച്ച കുട്ടിക്ക് 70 വയസ്സാകണം ആ കല്ല് എവിടെ എത്തണമെങ്കിൽ. നരകത്തിൻ്റെ അടിയിൽ ലോകത്തെ ഏറ്റവും ഉയരമുള്ളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു കല്ല് താഴെ കിട്ടാൽ നിമിഷങ്ങൾക്കകത്ത് താഴെത്തും. എന്നാൽ ഒരു കല്ല് നരകത്തിലേക്ക് ഇട്ടാൽ അതിൻ്റെ അടിയിലെത്തണമെങ്കിൽ 70 വർഷമുണ്ടെങ്കിൽ എത്ര ആഴുണ്ടായിരിക്കും അത്? ആ നരകത്തിൽ നിന്ന് ഓരോ നോമ്പും നമ്മളെ 70 വർഷം അകറ്റുന്നു പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ആഗ്രഹം അതല്ലേ, നരകത്തിന് രക്ഷപ്പെടുക എന്നുള്ളതല്ലേ. ഇത് റമളാൻ നോമ്പിന് മാത്രമല്ല, ഓരോ നോമ്പിനുമുള്ള പ്രതിഫലമാണ്. മാത്രമല്ല നബി പറഞ്ഞു അസ്സിയാമു വൽ ഖുർആനു
യശ്ഫആനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നോമ്പും ഖുർആനും ഒരു അടിമക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ ശഫാഅത്ത് പറയും. യഖൂലു സിയാമു ഐ റബ്ബി മനഅതുഹു അത്ത്അാമു വശഹവാത്തു ബിന്നഹാർ. നോമ്പ് പറയും, അല്ലാഹുവേ, ഇവന്റെ ഭക്ഷണവും ആഗ്രഹങ്ങളും ഒക്കെ പകലിൽ ഞാനാണ് പിടിച്ചു വച്ചത്, അതുകൊണ്ട് എൻ്റെ ശിപാർശ നീ സ്വീകരിക്കണമെന്ന് പറയും. വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയും, മനഅതുഹു നൗമ ബില്ലൈൽ, ഇവന്റെ രാത്രിയിലെ ഉറക്കം ഞാനാണ് തടഞ്ഞു വച്ചത്. ഫശഫിഇനി ഫീഹി, അതുകൊണ്ട് ഇവന്റെ വിഷയത്തിലെ എൻ്റെ ശുപാർശ നീ സ്വീകരിക്കണേ. ഖാല ഫയുശഫഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, രണ്ടുപേരുടെയും നോമ്പിൻ്റെയും ഖുർആനിൻ്റെയും ശുപാർശ സ്വീകരിക്കപ്പെടുന്നതാകുന്നു എന്നാണ്. അപ്പോൾ നോമ്പ് നമുക്ക് സാക്ഷ്യം വഹിക്കുമോ? ഖുർആൻ നമുക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുമോ? നമ്മൾ ആലോചിക്കുക. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതുക, തീർച്ചയായും ഖുർആൻ അതിൻ്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയുന്നതാകുന്നു. ഇനി സ്വർഗത്തിൽ പോവാൻ ഏറ്റവും നല്ല വഴിയാണ് നോമ്പ്. നബി പറയാണ്, മൻ ആമന ബില്ലാഹി വബിറസൂലിഹി വഅഖാമസ്സലാ വസോമ റമദാൻ കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുദ്ഖിലഹുൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും നമസ്കാരം നിർവഹിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും റമദാനിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ അവനെ സ്വർഗത്തിൽ പ്രവേശിക്കൽ അല്ലാഹുവിൻ്റെ ഹക്കാകുന്നു. ഇനി സ്വർഗത്തിലെ പ്രത്യേകമായൊരു കവാടം തന്നെ നോമ്പുകാർക്കാണ്. ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹു റയ്യാൻ, സ്വർഗത്തിലൊരു വാതിലുണ്ട്, അതിൻ്റെ പേര് റയ്യാൻ എന്നാണ്. യദ്ഖുലു മിൻഹു സ്വായിമൂന യൗമൽ ഖിയാമ, അതിലൂടെ നോമ്പുകാർ ഖിയാമത്ത് നാളിൽ പ്രവേശിക്കും. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അവരല്ലാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. യുഖാലു, പറയപ്പെടും, ഐന സ്വായിമൂൻ, എവിടെയാണ് നോമ്പുകാർ? അവിടെ ചോദിക്കപ്പെടും, എവിടെയാണ് നോമ്പുകാർ? ഫയഖൂമൂന, അവരിങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അവരല്ലാത്ത ആരും അതിലൂടെ പ്രവേശിക്കുകയില്ല. ഫൈദാ ദഖലു ഉഗ്ലിക ഫലം യദ്ഖുലു മിൻഹു അഹദുൻ, അവരതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വാതിൽ കൊട്ടിയടക്കപ്പെടും, പിന്നെ ആരും അതിലൂടെ പ്രവേശിക്കുകയില്ല. അള്ളാഹു നമ്മെ റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ലിസ്സായിമി ഫർഹത്താൻ, ഒന്ന് ഫർഹത്തുൻ ഹീന യുഫ്തിർ, ഒന്ന് ഫിത്റിന്റെ സമയത്തുള്ള സന്തോഷമാണ്. അതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഓരോ ദിവസവും നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം. ഇനി റമദാൻ നോമ്പാണെങ്കിൽ ഓരോ ദിവസവും സന്തോഷമുണ്ട്, അതിലുപരി ഈദുൽ ഫിത്റിന്റെ സന്തോഷം അയാൾക്കുണ്ട്. രണ്ടാമത്തത് വഫർഹത്തുൻ ഹീന യൽഖാ റബ്ബഹു, റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ് അല്ലേ. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, ചില മുഖങ്ങൾ അന്ന് വെളുത്ത് പ്രകാശമുള്ളതായിരിക്കും റബ്ബിനെ നോക്കിക്കൊണ്ട് എന്നാണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, സൽക്കർമ്മം ചെയ്യുന്നവർക്കുണ്ട് അൽ ഹുസ്ന, അഥവാ ഏറ്റവും നല്ലത്, അഥവാ അൽ ജന്ന, സ്വർഗമുണ്ട്. വസിയാദ, വർധനവുണ്ട് എന്ന് പറഞ്ഞാൽ അന്നളുറു ഇലാ വജ്ഹില്ലാഹിൽ കരീം ഫിൽ ജന്ന, സ്വർഗത്തിൽ വെച്ച് അല്ലാഹനെ കാണാനുള്ള തൗഫീഖ് കിട്ടും. അത് നോമ്പുകാരനുള്ള അനുഗ്രഹമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമുക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകിയ നമ്മുടെ റബ്ബിനെ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ, മേഘങ്ങളില്ലാത്ത രാവുകളിൽ നിങ്ങൾക്ക് ചന്ദ്രനെ, പൂർണ്ണചന്ദ്രനെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നത് പോലെ വളരെ വ്യക്തമായി നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അള്ളാഹിനെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, അതുവരെ അനുഭവിച്ച അനുഗ്രഹങ്ങളൊന്നും ഒന്നുമല്ല എന്ന് സ്വർഗക്കാർക്ക് ബോധ്യപ്പെടും. അത്രയും വലിയ നിഅമത്താണ് റബ്ബിനെ കാണുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നോമ്പുകാർക്കത് ലഭിക്കുമെന്നതാണ്. മാത്രമല്ല, സ്വർഗത്തിലെ പ്രത്യേകമായ അറകൾ നോമ്പുകാർക്കുണ്ട്. ഇനി പറയണേ, ഇന്ന ഫിൽ ജന്നതി ഖുറഫൻ, സ്വർഗത്തിൽ ചില അറകളുണ്ട്, റൂമുകളുണ്ട്. തുറാ ളുഹൂറുഹാ മിൻ ബുതൂനിഹാ വബുതൂനുഹാ മിൻ ളുഹൂരിഹാ, അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറവും പുറത്തു നിന്ന് ഉൾഭാഗവും കാണാം.
ഫഖാമ അഗ്റാബിയ്യുൻ ഫഖാൽ, അപ്പോൾ ഒരു അറാബി എഴുന്നേറ്റ് ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ആർക്കാണത്? ഖാല ലിമൻ അതാബൽ കലാം, നബി പറഞ്ഞു വാക്ക് നന്നാക്കിയവർക്ക്, വഅതഅമ ത്വആം ഭക്ഷണം നൽകുന്നവർക്ക്, വഅദാമ സിയാം നോമ്പ് പതിവാക്കുന്നവർക്ക്, വസല്ലാ ബില്ലൈലി വന്നാസു നിയാം ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന രാവുകളിൽ രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്കും. സത്യത്തിൽ ഈ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ റമളാനിലെ നോമ്പിന് മാത്രമല്ല, പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏത് മാസത്തിലാണ്? ഒന്ന്, ലിമൻ അത്താബൽ കലാം, വാക്ക് നന്നാക്കുക എന്നുള്ളത്, നാവിനെ കുറച്ചും കൂടി നന്നാക്കുക റമളാനിലാണ്. എല്ലാ സമയത്തും ശ്രദ്ധിക്കണം. പിന്നെ വഅത്അമ ത്വആം ഭക്ഷണം നൽകുക, അല്ലേ? റമളാൻ കിറ്റായിട്ടും മറ്റൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ ഉള്ളവർക്ക് തന്നെ ഇങ്ങനെ കുറേ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇല്ലാത്തവർക്ക് കൊടുക്കുക. ഉള്ളവർക്ക് കൊടുത്താലും പ്രതിഫലം കിട്ടും കേട്ടോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇല്ലാത്തവർക്ക് കൊടുക്കുക. നമ്മളെന്തായാലും അയൽവാസി കൊടുക്കും, അത് എപ്പോൾ കൊടുക്കും എന്നുള്ളതാണ് പ്രധാനം. അല്ലെ, നമ്മൾ കഴിച്ച് പള്ളറിഞ്ഞ് ഒരു നിലക്കൊരു രക്ഷയില്ല, പൂച്ച കൊടുക്കണോ അയൽവാസി കൊടുക്കണമെന്ന് കൺഫ്യൂഷനായി അവസാനം അയൽവാസി കൊടുക്കുന്ന അവസ്ഥയല്ല. വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. ഒരു വീട്ടിൽ 5 ആളുണ്ടെന്ന് വിചാരിക്കുക, ഓരോരുത്തര് 6 പത്തിരി നിന്നുണ്ടെന്ന് വിചാരിക്കുക, 30 പത്തിരി ഉണ്ടാക്കണ്ടേ അല്ലേ? 5 ആൾക്കാർക്ക് എത്ര? 6 വീതം പത്തിരിയാണെങ്കിൽ എത്രയാണ്? കണക്ക് ശരിയല്ലേ? അല്ലേ? ഉറങ്ങരുത് കേട്ടോ, അതിനൊക്കെ എങ്ങനെ ചോദ്യം ചോദിക്കണേ. 6 വീതം പത്തിരിയാണെങ്കിൽ ഓരോരുത്തർ തീരുമാനിക്കണത്, ഞാൻ ഇന്ന് ഒരു പത്തിരി കുറക്കും, ഒരു പത്തിരി തിന്നൽ കുറക്കും. അപ്പം എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് 6 പത്തിരി അവിടെ എന്തായി? ബാക്കിയായി. എന്താ അത് അയൽവാസി കൊണ്ട് കൊടുത്തൂടെ? എല്ലാ ദിവസവും 5 സമൂസ കഴിക്കുന്നതിന് പകരം 3 കഴിക്കൊള്ളും തീരുമാനിക്കുക. അപ്പോൾ നമുക്ക് സുഖമാണ്, ഓർക്കും എന്താണ്? ഒരു കഥ വായിച്ചിട്ടുണ്ട്. ഒരാളിങ്ങനെ ഒരു സ്ഥലത്തൂടെ കടന്നു പോകുമ്പോൾ ഒരാൾ കരയാണ്. എന്തിനാ കരയണമെന്ന് ചോദിച്ചപ്പോൾ വയറുവേദന ആയിട്ടാണ് കരയണമെന്ന് പറഞ്ഞു. എന്താ കാരണം എന്ന് വെച്ചാൽ പറഞ്ഞു, 3-4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, അതുകൊണ്ടാണ് കരയണമെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ വേറെ ആളെ കാണുന്നു, അയാൾ വയറുവേദനയായിട്ട് കരയാണ്. ചോദിച്ചു, ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് ചോദിച്ചു. അല്ല, ഭക്ഷണം കഴിച്ചത് ഓവറായിട്ടാണ് എന്ത് ചെയ്യണത്? വയറുവേദന, അതിനാണ് ഞാൻ കരയണമെന്നാണ്. ഇതാവരുത് നമ്മുടെ റമളാനിൽ. പല ആളുകളും അല്ലെ റമളാനിൻ്റെ സന്ദർഭത്തിൽ കൃത്യമായി നോമ്പ് തുറക്കാനില്ലാതെ പ്രയാസപ്പെടുമ്പോൾ, അങ്ങനെ വയറിന് വിശന്നുകൊണ്ട് മക്കൾ കരയുമ്പോൾ നമ്മൾ തിന്നത് ഓവറായിട്ട് എന്ത് ചെയ്യരുത്? കരയുന്ന അവസ്ഥ ഉണ്ടാവരുത്. പങ്കുവെക്കുക, ഭക്ഷണം ഷെയർ ചെയ്യുക. അല്ല, ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോയിൽ ഷെയർ ചെയ്യണ്ടേ അല്ലേ? ഫസ്റ്റ് റമളാൻ ഇഫ്താർ പാർട്ടി അല്ലേ, എന്നിട്ട് ഇന്ന ഹോട്ടലിൽ എന്നിട്ട് അതിൻ്റെ ബില്ല് എന്നൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുക. അതല്ല, നമ്മൾ ഭക്ഷണം ഷെയർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അത്അമ ത്വആം ഭക്ഷണം നൽകുക, ഇത്ആമു ത്വആം എന്നുള്ളത് വളരെ പ്രധാനമാണ്. വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. സ്വർഗ്ഗക്കാർ നരകക്കാരോട് ചോദിക്കും, മാ സലക്കക്കും ഫീ സഖർ, നിങ്ങൾ എന്തേ സഖർ എന്ന നരകത്തിൽ പ്രവേശിക്കാൻ കാരണം? അവർ പറയും, ഖാലൂ ലൻ നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഞങ്ങൾ ഭക്ഷണം നൽകിയിരുന്നില്ല. പാവപ്പെട്ടവരെ നമ്മൾ പരിഗണിക്കുക. വലിയ സംഭവ ബഹുലാക്കിയിട്ടൊന്നും നോമ്പ് നടക്കണമെന്നില്ല. പക്ഷേ ഒന്നിക്ക് നോമ്പ് ഇറക്കാനുള്ളത് അവിടെ കൊണ്ടേ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു അയൽവാസിനെ ഇടയ്ക്ക് എന്ത് ചെയ്യും? വിളിച്ചു കൊണ്ടുവരിക. സ്വഹാബിമാരൊക്കെ ഇബ്നു ഉമറിന്റെ പ്രത്യേകത, അപ്പോൾ അദ്ദേഹം എപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണെങ്കിൽ, നോമ്പിന് മാത്രമല്ല, നോമ്പിറക്കുന്ന മാത്രമല്ല, ഏത് സമയത്ത് ഭക്ഷണം കഴിക്കാൻ നേരത്തും ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യും? ഉള്ളതെന്ന് എന്ത് ചെയ്യും? പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുന്ന ഒരു രീതിയായിരുന്നു മുൻഗാമികൾക്കുണ്ടായിരുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക എന്നുള്ളത് ഈ റമളാനിലെങ്കിലും നമ്മൾ ശീലിക്കേണ്ട കാര്യമാണ്. പിന്നെ നോമ്പ് പതിവാക്കുക. റമളാൻ എന്തായാലും നമ്മൾ മുഴുവൻ നോമ്പ് നോക്കുമല്ലോ. പിന്നെ രാത്രി നമസ്കാരം നിർവഹിക്കുക. അത് റമളാനാകാൻ കാത്തിക്കേണ്ട ആവശ്യമില്ല. അല്ലെ, എല്ലാ സമയത്തും നമുക്കിപ്പോൾ ഉറങ്ങിപ്പോകുന്ന പ്രശ്നമുണ്ടാകും. ചില ആൾക്കാർ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ വളരെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത്, ഇശാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു 3 റക്അത്തെങ്കിലും എന്ത് ചെയ്യുക? രാത്രി നിസ്കരിക്കുക. ചില സ്വഹാബിമാരുടെയൊക്കെ നബി അങ്ങനെ തന്നെ വസിയത്ത് ചെയ്യുന്നുണ്ട്, നീ രാത്രി നിസ്കരിക്കാതെ ഉറങ്ങരുതെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ സുബഹി ബാങ്കിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാത്രി നിസ്കാരം എന്ത് ചെയ്യാൻ പറ്റും? തീരെ ചെയ്യാത്തത് കുറച്ചെങ്കിലും ചെയ്ത് ശീലിക്കുക.
അഹബ്ബൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ പതിവായി ചെയ്യുന്നതാണ്, അത് വളരെ കുറച്ചാണെങ്കിൽ പോലും. അപ്പോൾ റമളാന് ആവാൻ കാത്തിക്കണ്ട. റമളാന് വരെ നിസ്കാരമില്ല. റമളാന് സ്പെഷ്യലായിട്ട് നിസ്കാരം, അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി നിസ്കാരമില്ല. റമളാന് പ്രത്യേകമായിട്ട് തറാവിഹ് ജമാഅത്തായി നിസ്കരിക്കുന്നു എന്നല്ലാതെ അത് റമളാനിൽ മാത്രമുള്ള ഈ ഭാഗത്തൊന്നുമല്ല. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ സ്വർഗത്തിന് റൂം ഇട്ടാളൊരു വഴിയാണെന്ത് നോമ്പ് നോൽക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു സ്വഹാബി നബിൻ്റെ അടുക്കൽ വന്നു. അയാൾ പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഷഹിദ്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് സാക്ഷ്യം വഹിക്കുന്നു. വ അന്നക റസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വ സ്വല്ലൈതുൽ ഖംസ, ഞാൻ 5 നേരം നമസ്കരിക്കുന്നു. വ അദ്ദൈതു സകാത്ത മാലി, എൻ്റെ സമ്പത്തിൻ്റെ സകാത്ത് ഞാൻ നിർവഹിക്കുന്നു. വ സുംതു റമളാൻ വ സുംതു ശഹ്റ റമളാൻ, ഞാൻ റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, മൻ മാത അലാ ഹാദാ, ആരെങ്കിലും ഈ ഒരു അവസ്ഥയിൽ മരണപ്പെട്ടാൽ, കാന മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ യൗമൽ ഖിയാമ, അവർ നബിമാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും കൂടെ സ്വർഗത്തിലായിരിക്കും. എന്നാൽ മാലം യഅഖ് വാലിദൈഹി, മാതാപിതാക്കളെ അവൻ ധിക്കരിക്കുന്നില്ലെങ്കിൽ. കുടുംബബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബ ബന്ധത്തെ പറ്റി പരലോകത്ത് ചോദിക്കും. മാതാപിതാക്കളുമായി തെറ്റി നിൽക്കുന്ന ആളുകൾ നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. മാതാപിതാക്കൾ മുസ്ലിങ്ങളല്ലെങ്കിൽ പോലും അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള ഷിർക്ക് എന്ന് പറയുന്ന ഏറ്റവും വലിയ പാപം ചെയ്യാൻ നമ്മുടെ ഉമ്മയും ഉപ്പയും നിർബന്ധിച്ചാൽ പോലും അള്ളാഹ് പറഞ്ഞത് എന്താണ്? വസ്വാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫ, അവരോട് ഏറ്റവും നല്ല നിലയിൽ ദുനിയാവിൽ വർത്തിക്കണം എന്നാണ് പറഞ്ഞത്. മുശ്രിക്കായ ബാപ്പാനെ ഇബ്രാഹിം നബി വിളിച്ചത് എന്താ അറിയോ? യാ അബത്തി, എൻ്റെ പൊന്നുപ്പ എന്നാണ് വിളിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കണം. മാതാപിതാക്കൾ മുസ്ലിങ്ങളല്ലെങ്കിൽ പോലും അവരോട് നമുക്ക് കടമയുണ്ട്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് നമുക്ക് കടമയുണ്ട്, മരിച്ച മാതാപിതാക്കളോട് നമുക്ക് കടമകളുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി സ്വതക്ക നൽകാൻ, അവർ വീട്ടാനുള്ള നോമ്പുകൾ വീട്ടാൻ, അവർക്ക് വേണ്ടി ഹജ്ജും ഉംറയൊക്കെ നമുക്ക് ചെയ്യാം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, ഷഅബാനിലായിരുന്നു പലപ്പോഴും എൻ്റെ വിട്ടുപോയ നോമ്പുകൾ ഞാൻ വീട്ടാറുണ്ടായിരുന്നത്, അഥവാ ഷഅബാനിലേക്ക് എത്തുമായിരുന്നു എന്നാണ്. സ്ത്രീകളെ പ്രത്യേകം ശ്രദ്ധിക്കുക. വിട്ടുപോയ നോമ്പുകൾ നോറ്റുകൂട്ടാൻ നമ്മുടെ ഈ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിൽ റമളാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചുരുക്കി പറയട്ടെ. ഞാൻ ഇപ്പോൾ തന്നെ പറയാൻ കാരണം എന്താ പറയുക, ഇതെപ്പോഴാണ് അവസാനിപ്പിക്കാമെന്ന് ഇങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അല്ലേ, ഇൻഷാ അല്ലാഹ് നമ്മൾ 9 മണിയാകുമ്പോൾ എന്ത് അവസാനിപ്പിക്കും. റമളാനിൽ നമ്മൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ തുടക്കം മുതൽ നമ്മളിങ്ങനെ ഓരോന്ന് പറയാം. ഇപ്പോൾ നമുക്കറിയാം റമളാൻ മാസം എന്നാണ് തുടങ്ങുക എന്ന് പലപ്പോഴും നമ്മുടെ നാട്ടിലൊരു തർക്കം ഉണ്ടാവാറുണ്ട്. ചില ആളുകൾ അവർക്ക് മാസപ്പിറവി കാണേ വേണ്ട, കലണ്ടർ നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, തീരുമാനിക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമ്മെ അറിയിച്ചു, ഇദാ റഅയ്തുമൂഹു ഫസൂമു വഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറൂ, നിങ്ങൾ മാസം കണ്ടാൽ നോമ്പ് തുടങ്ങുക, നിങ്ങൾ മാസം കണ്ടാൽ നോമ്പ് അവസാനിപ്പിക്കുക. ഫൈൻ ഉമ്മ അലൈക്കും ഫഖ്ദറൂ ലഹു, മേഘാവൃതമായാൽ നിങ്ങൾ മാസം കണക്ക് പൂർത്തീകരിക്കുക. വേറെ ഹദീസിൽ കാണാം, അശ്ശഹ്റു 99 ലൈല, ഒരു മാസം എന്ന് പറഞ്ഞാൽ അശ്ശഹ്റു 29 ലൈല, ഒരു മാസം എന്ന് പറഞ്ഞാൽ 29 രാവുകളാണ്, 29 ദിവസങ്ങളാണ്. ഫലാ തസൂമു ഹത്താ തറൗഹു, മാസം കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കരുത്. വൈൻ ഉമ്മ അലൈക്കും ഫഅക്മിലുൽ ഇദ്ദത 30, നിങ്ങൾക്ക് മാസം കാണാതെ മേഘാവൃതമാവുകയോ മറ്റോ ചെയ്താൽ 30 നിങ്ങൾ പൂർത്തീകരിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അതാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. ചില ആൾക്കാരപ്പോൾ പറയുന്നത് ലോക ക്രിസ്ത്യാനികൾക്ക് എല്ലാ സ്ഥലത്തും ക്രിസ്തുമസ് 25-ാം തീയതിയാണല്ലോ, ഡിസംബർ 25 എല്ലായിടത്തും ഒരേപോലെ തന്നെയുള്ളൂ. നമ്മളോട് അള്ളാഹ് പറഞ്ഞത് അവരെ പോലെ ആവാനല്ല, അവരെ പോലെ ആകരുതെന്നാണ് പറഞ്ഞത്.
നമ്മെ സംബന്ധിച്ചിടത്തോളം ചന്ദ്ര കലണ്ടർ ഇവിടെ ചിലപ്പോൾ റംലാൻ 1 ആവും, ഇപ്പോൾ വേറെ രാജ്യങ്ങളിൽ റംലാൻ 1 ആയിട്ടുണ്ടാവില്ല, ശഅബാൻ 30 ആയിരിക്കും. ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ നിയ്യത്താണ്. നിയ്യത്ത് എന്ന് പറയുമ്പോൾ ഒരിക്കലും ചൊല്ലിപ്പറയുന്ന രീതിയല്ല, അതിന് തലഫുദ് എന്നാണ് അറബി പറയാം. നിയ്യത്ത് നവൈതു സൗമ ഗദിൻ ലില്ലാഹി തആല ഹാദിഹി സന എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ പറയാറുണ്ട്. അന്നദാ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. ഇതുപോലെ നിസ്കാരത്തെ പറ്റി അവർ പറയാറുണ്ട്. മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു വ്യക്തിയെ പറ്റി പറയണേ. അയാൾ ഒരിക്കൽ മസ്ജിദുൽ ഹറാമിൽ പോയി. അപ്പോൾ ഒപ്പമുള്ള ആളെന്ത് ചെയ്യാണ്, നിസ്കാരത്തിൻ്റെ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിക്ക് വേണ്ടി മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഇമാമിൻ്റെ കീഴിൽ മഅമൂമായി ഇശാ ഞാൻ നിസ്കരിക്കുന്നു എന്നിങ്ങനെ എന്തെങ്കിലും ചൊല്ലി പറയണേ. അപ്പോൾ ഒപ്പമുള്ള സാധാരണക്കാരനായ മനുഷ്യനെ ഇയാൾ തിരിച്ചു പറഞ്ഞത്രേ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഡേറ്റും സമയം കൂടി നിനക്കെന്തായിരുന്നു പറയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് പറയാൻ പാടില്ല. നമുക്കറിയാം, ഓതു എടുക്കാൻ നബി പഠിപ്പിച്ചു. നിസ്കരിക്കണമെങ്കിൽ ഒതു ഷർത്താണ്, നിയ്യത്ത് വേണം, മനസ്സിന് നിയ്യത്ത് വേണം. പക്ഷേ ആ നിയ്യത്ത് മനസ്സിലുണ്ടാണ്. പിന്നെ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നബി പഠിപ്പിച്ചു. അതിനിടയിലുള്ള ഈ സംഗതി ഉണ്ടല്ലോ, അത് നബി പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ നോമ്പിന് ഇങ്ങനെ നിയ്യത്ത് പറയൽ, അത്താഴത്തിന് എണീക്കണമെന്ന് പറഞ്ഞു. തസ്സഹറു ഫഇന്ന ഫിസ്സഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണം, അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞു. ചില ആൾക്കാർ അത്താഴം എന്ന് പറഞ്ഞാൽ ഒരു ആരോഗ്യമില്ലാത്ത ആൾക്കാർക്കുള്ള ഏർപ്പാടെന്ന് വിചാരിച്ചത്. എനിക്ക് അത്താഴത്തിനൊന്നും ആവശ്യമില്ല, ഞാൻ അത്താഴം പോലും കഴിക്കാതെ നോമ്പൊക്കെ നോക്കലെന്നൊക്കെ പറയും. ശരിക്കും അത്താഴം സുന്നത്താണ്, അത്താഴം കഴിക്കലും സുന്നത്താണ്. ആ സമയത്ത് പ്രത്യേകമായി ഇസ്തിഗ്ഫാർ തേടുക. വബിൽഅസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയത്ത് ഇസ്തിഗ്ഫാർ തേടുന്ന ആളുകളാണ് വിശ്വാസികളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലേ? ആ സമയത്ത് അള്ളാഹു 1-ാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ ഉത്തരം നൽകാം, എന്നോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കാം, എന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നവർക്ക് ഞാൻ പുറത്തു കൊടുക്കാം എന്നൊക്കെ പറയുന്ന സമയമാണത്. അതുകൊണ്ട് ആ സമയം നമ്മൾ വളരെ പ്രധാനമായി ഉപയോഗപ്പെടുത്തണം. ആ സമയത്ത് ഫജ്റിന് മുമ്പ് നമ്മൾ നിയ്യത്ത് വെക്കണം. നിയ്യത്ത് വെക്കാറ് നിയ്യത്ത് മനസ്സിൽ കരുതണം. മല്ലം യുജ്മഇ സിയാമ ഖബ്ലൽ ഫജ്രി ഫലാ സിയാമ ലഹു, ഫജ്റിന് മുമ്പ് നോമ്പ് നോൽക്കുമെന്ന് കരുതാത്തവർക്ക് നോമ്പില്ല. സുന്നത്ത് നോമ്പാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഭാര്യമാരോട് ചോദിക്കും, ഇന്നെന്താ കഴിക്കാനുള്ളത്? അപ്പോൾ പറയും, നബി എന്നൊന്നുമില്ല. അപ്പം നബി പറഞ്ഞാൽ എനിക്കിന്ന് നോമ്പാണ്. ഫർള് നോമ്പിന് എന്ത് വേണം? നിയ്യത്ത് ഫജ്റിന് മുമ്പേ നോൽക്കണം, കരുതണം. ഇനി ഫർള് നോമ്പ് വീട്ടുകയാണെങ്കിലും ഇതേ നിയമം തന്നെയാണ്. ഫർള് നോമ്പിൻ്റെ അതേ നിയമം തന്നെയാണ് ഫർള് നോമ്പ് വീട്ടുകയാണെങ്കിലും ഉള്ളത്. പിന്നെ നിയ്യത്ത് ചൊല്ലിപ്പറയലല്ല, നിയ്യത്ത് മനസ്സിൽ കരുതലാണ്. ആ ചൊല്ലിപ്പറയൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ള കാര്യമല്ല. പിന്നെ പറഞ്ഞു, അത്താഴം ബറക്കത്താണ്, അവിടുത്തെ ഭക്ഷണവും ബറക്കത്താണ്, ആ സമയവും ബറക്കത്താണ്. അത് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം. ഒരുപാട് കാര്യങ്ങൾ അത്താഴത്തിന് എണീക്കലിൻ്റെ മഹത്വങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കണം. ഒന്ന്, ആ സമയം, ആ സമയത്ത് ഭക്ഷണത്തിൻ്റെ ബർക്കത്ത്. പിന്നെ നോമ്പ് കുറച്ചുകൂടി ആരോഗ്യത്തോടു കൂടി നിർവഹിക്കാൻ ആ ഭക്ഷണം നമ്മെ സഹായിക്കുമെന്ന വിഷയം. പിന്നെ ആ സമയത്തെ പ്രാർത്ഥന, പിന്നെ ജൂതന്മാരുമായി എതിരാകുന്ന വിഷയം, പിന്നെ സുബ്ഹ് നമസ്കാരത്തിന് ഉന്മേഷത്തോടു കൂടി പോകാൻ പോലും അതെന്ത് ചെയ്യും? കാരണമായി തീരും. അല്ലെ? പെട്ടെന്ന് സുബഹിക്കാണ് എണീറ്റ് പോകുന്നതിനേക്കാളും നല്ലത് കുറച്ച് നേരത്തെ എണീറ്റ് പ്രാർത്ഥിച്ച് ഒരുങ്ങി പോവുക എന്നുള്ളത്. സ്വഹാബിമാർ അവർ പറയാറുണ്ട്, അത്താഴത്തിനും സുബഹിക്കും ഇടയിലുള്ള സമയം 50 ആയത്തുകൾ അല്ലെങ്കിൽ 60 ആയത്തുകളൊക്കെ ഓതുന്ന അത്രയും സമയം ഉണ്ടാവാറുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ എണീറ്റ് അത്താഴം കഴിച്ച് കിടന്നുറങ്ങുക എന്നുള്ളതല്ല, വളരെ വൈകിപ്പോയി അല്ലേ പ്രയാസപ്പെട്ട് ഒരു ജഗബോഗിയിൽ അത്താഴം കഴിക്കുക എന്നുള്ളതുമല്ല, മറിച്ച് അത്താഴം എന്ത് ചെയ്യുക, സുബഹിൻ്റെ കുറച്ചൊക്കെ നേരത്തെ എണീറ്റിട്ട് അത്താഴം കഴിച്ച് പിന്നെ ഒന്ന് ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല ബർക്കത്തുള്ളൊരു സമയമാണ്. സുബഹി നമസ്കാര ശേഷവും എന്ത് ചെയ്യുക? ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉറങ്ങണമെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യം സുബഹി നിസ്കരിച്ചാൽ എന്താ പറയുക, ആ സമയത്ത് എൻ്റെ ഉമ്മത്തിന് ബർക്കത്തിന് നബി പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഉറങ്ങുക എന്നുള്ളതാണ്. അത് നമ്മളെന്ത് ചെയ്യുക? നമ്മളെ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. നല്ല ശീലങ്ങൾ ആക്കുക. ഏറ്റവും നല്ല അത്താഴ ഭക്ഷണം
അത് ഈത്തപ്പഴമാണ് എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി മറ്റൊരു കാര്യം, നോമ്പുതുറ. നോമ്പുതുറ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകമായി ഏർപ്പാടാക്കേണ്ട ആവശ്യമില്ല. എന്താണോ നമുക്ക് നല്ല ഭക്ഷണമായി തോന്നുന്നത് അതിന് കൂടുതൽ സമയം കളയാതെ നല്ല ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. സുന്നത്ത് എന്താണ്? ഈത്തപ്പഴം കൊണ്ട് അല്ലെങ്കിൽ കാരക്ക കൊണ്ടൊക്കെ നോമ്പ് തുറക്കുക എന്നുള്ളതാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകിൽ നനവുള്ള അഥവാ ഉണങ്ങാത്ത ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കും, അതില്ലെങ്കിൽ തമറാത്ത് ഉണക്ക കാരക്കകൾ കൊണ്ട് നോമ്പ് തുറക്കും, അതില്ലെങ്കിൽ വെള്ളം കുടിച്ച് നോമ്പ് തുറക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, ദഹബല്ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. വസബത്തിൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? നോമ്പ് തുറക്കുക. നോമ്പ് സമയമായ ലാ യസാലുന്നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലമത്രയും ജനങ്ങൾ നന്മയിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നോമ്പ് തുറപ്പിക്കുക. മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി, ആരെങ്കിലും ഒരു നോമ്പുകാരൻ നോമ്പ് തുറപ്പിച്ചാൽ അയാൾക്ക് നോമ്പ് നോറ്റ അതേ പ്രതിഫലം കിട്ടുന്നത് പോലെ നമുക്കും കിട്ടും. ലാ യൻഖുസു മിൻ അജ്രി സ്വാഇമി ശൈഅ, നോമ്പുകാരൻ ഒരു കുറവും വരില്ല, നമുക്കും ഒരു കുറവും വരില്ല. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കീഴിലൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. യാത്രക്കാരെയും മറ്റൊക്കെ നോമ്പ് ഉറപ്പിക്കുന്ന 50 രൂപ 30 രൂപ കണക്കിന് ഒരാൾക്ക് നോമ്പ് തുറക്കാനുള്ള, യാത്രക്കാർക്ക് നോമ്പ് തുറക്കാനുള്ള പലഹാരങ്ങളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സും മറ്റൊക്കെ വാങ്ങാനുള്ള പൈസ നമ്മൾ കൊടുത്താൽ അതിൻ്റെ കൃത്യമായ സന്ദർഭത്തിലെത്തുമ്പോൾ നമുക്ക് ഓരോ ആൾക്കാരെയും നോമ്പ് ഉറപ്പിച്ചതിൻ്റെ പ്രതിഫലം ചെയ്യും കിട്ടും. ഒരു ഈത്തപ്പഴത്തിൻ്റെ ബോക്സൊക്കെ വാങ്ങി പള്ളി കൊണ്ടു കൊടുത്താൽ മതി, ആളുകൾ എന്ത് ചെയ്യും? നോമ്പ് തുറക്കട്ടെ, നമുക്ക് അതിനുള്ള പ്രതിഫലം ചെയ്യും കിട്ടും. പാവപ്പെട്ടവരെ നമ്മൾ പരിഗണിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഒരു സംഭവം ഒന്നും ആക്കണില്ല. ഒരു അയൽവാസിനെ കൊടുന്ന എൻ്റെ കൂടെ നോമ്പ് തുറന്നു കൊടുന്ന അത് നമുക്ക് എന്ത് ചെയ്തു? പ്രതിഫലം കിട്ടി. പാവപ്പെട്ടവരെ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക? എന്താ ആവർത്തിച്ച് പറയുകയാണ്, പലപ്പോഴും ഉള്ളവർക്ക് തന്നെ അങ്ങനെ കൊടുക്കും അല്ലെ, വിഭവസമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ ഒരുക്കി അതൊരു പേരെടുക്കുന്നതായി അല്ലെ, എന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞാലും കൈയൊക്കെ പിടിച്ചിട്ട് അവസാനം പാത്രത്തിൽ ഇട്ട് മുഴുവൻ അനക്കുണ്ടാക്കിയതാണ്, പള്ളറച്ച് കഴിച്ചാൽ മതി എന്നിട്ട് എന്താ ഇവിടെയുള്ളൂ അല്ലെ. ഈ ഒരു അവസ്ഥയിൽ മാറി അവകാശികൾക്ക് ഭക്ഷണം എത്തുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവണം. നോമ്പ് തുറപ്പിച്ചവർക്കുള്ള പ്രാർത്ഥനയുണ്ട്. അഫ്തറ ഇൻദകുമുസ് സ്വായിമുൻ അക്കലതു ആമകുമുൽ അബ്റാർ വസല്ലത അലൈക്കുമുൽ മലായിക, ഇതൊക്കെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ആ സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവണം അല്ലേ. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ഹോട്ടലത്തെ ഫുഡാണോ എന്നൊക്കെ ചോദിച്ചാൽ ഇത് ഹോട്ടലത്തെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പോന്നാൽ പോരാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ. ഒരുപാട് പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ അത്ഇമ്മന തഅമന വസ്കിമന അസ്ഖാൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർക്ക് നീ ഭക്ഷണം നൽകണേ, ഞങ്ങൾക്ക് വെള്ളം നൽകിയവർക്ക് നീ വെള്ളം നൽകണേ, തുടങ്ങിയ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വളരെ ആവേശത്തോടു കൂടി കുളിച്ച് ഒരുങ്ങി ഏറ്റവും നല്ല വൃത്തിയോടുകൂടി രാത്രി നമസ്കാരത്തിനൊക്കെ നിൽക്കാനും അങ്ങനെ റമളാനിൻ്റെ ഓരോ രാപ്പകലുകളും ഉപയോഗപ്പെടുത്താനും നമുക്ക് ശ്രദ്ധിക്കണം. ഇപ്പം റമളാനാകുമ്പോൾ ഇങ്ങനെ പിരിവേറി വരുമ്പോൾ അല്ലെ, കാണുമ്പോൾ തന്നെ നീരസം ഉണ്ടാകാൻ പാടില്ല അല്ലേ. വെറുപ്പോട് കൂടി അമൽ ചെയ്ത് അള്ളാഹ് സ്വീകരിക്കൂല. ദാലിക ബിഅന്നഹും കരിഹൂ മാ അൻസലല്ലാഹ് ഫഅഹ്ബത അമല, ദീനിനോട് വെറുപ്പുണ്ടെങ്കിൽ അമൽ ബാത്തിലാവുന്ന. ഈ സ്വതക്കനോട്, നോമ്പിനോട്, തറാവിസ്കാരത്തിനോടൊക്കെ വെറുപ്പായിട്ട് നമ്മൾ നിസ്കരിച്ച കാര്യമില്ല, സ്വതക്ക നൽകിയ കാര്യമില്ല. ഉള്ളത് കൊടുത്താൽ പ്രതിഫലം കിട്ടും. നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു അവസരമായിട്ടാണ് ഓരോ പിരിവുകാരും നമുക്ക് മുമ്പിൽ വരുന്നത്. അത് നല്ല കാര്യങ്ങളാണോ എന്ന് മനസ്സിലാക്കി കൊടുക്കുക, അതിന് യാതൊരു നീരസവും വേണ്ട. ഇല്ലെങ്കിൽ കലിമത്തുൻ തയ്യിബ, നല്ല വാക്കെന്താണ്? സ്വതക്കയാണ്. നല്ല വാക്ക് പോലും എന്താണ്? സ്വതക്കയാണ്. ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, പാവപ്പെട്ടവരെ സഹായിക്കാനും മറ്റും പ്രോത്സാഹിപ്പിക്കുക. പള്ളിക്കും മറ്റൊക്കെ പിരിവിന് വരുമ്പോൾ എടുത്തു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അടുക്കൽ ഒരാൾ വന്നു, നമ്മൾ 5000 ഉറുപ്പിക എടുത്തു കൊടുത്താൽ നീയത്ത് നന്നായോ, പിന്നെ 5000 ഉറുപ്പിൻ്റെ വിഷയത്തിൽ നമ്മൾ പേടിക്കേണ്ടില്ല. പരലോകത്ത് ചോദിക്കും മിൻ ഐന ഇക്തസബ ഫീമ അൻഫഖ, എവിടുന്ന് സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു ചോദിച്ചാൽ ആ വിഷയം സേഫായി, ആ പൈസ എന്തായി? സേഫായി. ഇല്ലെങ്കിൽ കണ്ടല്ലോ നമ്മൾ പിഷ്കി വെച്ചിട്ട് കാര്യമില്ല. പിഷ്കി വെച്ചാൽ ഇതൊക്കെ നമുക്ക് തിന്നാൻ കഴിയുന്നൊരു ഉറപ്പില്ല. ഒരു പനി ഉണ്ടോ നമുക്ക് സംശയം ഉണ്ടായാൽ മതി, ടെസ്റ്റിന് തന്നെ എത്ര പൈസ ആവും? ഒരു പനി മഞ്ഞപ്പിത്താന്ന് സംശയമായി വിചാരിക്കുക, ടെസ്റ്റ് ചെയ്തപ്പോൾ ഒന്നും പ്രശ്നമൊന്നുമില്ല, പൈസ പോയി ഇല്ലേ. ഇതാണ് നമ്മളെ അവസ്ഥ. ഒന്ന് വെച്ചുത്തി വിടാൻ മതി, ചിലപ്പോൾ ഒന്ന് എക്സ്റേ എടുക്കേണ്ടി വരും, എത്ര പൈസയോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹിൻ്റെ തൗഫീഖാണ് എല്ലാം, അള്ളാഹിൻ്റെ തൗഫീഖാണ് എല്ലാം. ഇതിനർത്ഥം എന്താ? രോഗമുള്ളതും ഒക്കെ അള്ളാഹിൻ്റെ ശിക്ഷ എന്നല്ല, അതൊക്കെ പരീക്ഷണമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ പണം നല്ല മാർഗത്തിൽ ഉപയോഗിച്ചാൽ നമുക്കത് ഉപകരിക്കും. നമ്മൾ കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ച് നമ്മൾ സത്യത്തിൽ സമ്പത്തിൻ്റെ ഉടമസ്ഥരല്ല ആവണത്, നമ്മൾ സമ്പത്തിൻ്റെ കാവൽക്കാർ മാത്രമാണ് ആവണത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ
അനന്തരാവകാശികൾക്ക് അത് കിട്ടും. നമ്മൾ കൊടുത്താലും ഉണ്ടാവും, കൊടുത്തില്ലെങ്കിൽ ഓരെന്ത് ചെയ്യും, ഓർക്കത് കിട്ടും. നമ്മുടെ കയ്യിൽ ധരിച്ച ഒരു മോതിരം പോലും നമുക്ക് ഇവിടെ നിന്ന് തേങ്ങില്ല, കൊണ്ടുപോകാൻ കഴിയില്ല. പോക്കറ്റിൽ കുറച്ച് പൈസ ഉണ്ട് ശരിക്കും മരിക്കുമ്പോൾ. അതുപോലെ ഒന്നിക്കും നമ്മുടെ മരണത്തിൻ്റെ ആ ചടങ്ങുകൾ, എന്താ പറയുക, സംസ്കരണ കർമ്മങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കടം വീട്ടാനോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക അനന്തരാവകാശികൾക്കോ മറ്റൊക്കെ എന്ത് ചെയ്യും, അത് വീതം വെക്കപ്പെടും എന്ന് മനസ്സിലാക്കി നമ്മൾ കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. അത് റംലാനിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യുക, കൊടുക്കാൻ വേണ്ടി ഇപ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മൾ തയ്യാറായി നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും നമ്മെ സഹായിക്കുമാറാവട്ടെ. ഇതൊക്കെ പറയുമ്പോഴും ഈ റംലാനിൽ നമ്മളുണ്ടോ നമുക്കൊരു ഉറപ്പില്ല. സഹാബിമാർ പറഞ്ഞതുപോലെ എൻ്റെ വലത്തേക്കാല് മുന്നോട്ട് വെക്കുമ്പോൾ എൻ്റെ ഇടത്തേക്കാല് മുന്നോട്ട് വെക്കാൻ കഴിയുന്നു ഞാൻ വിശ്വസിക്കാറില്ല എന്നാണ് അത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഒരു രാവ് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ പ്രഭാതത്തെ ഞാൻ പ്രതീക്ഷിക്കാറില്ല എന്നാണ് മുൻഗാമികൾ പറഞ്ഞത്. അതുകൊണ്ട് റംലാന് ഉഷാറാക്കുക. എന്തായാലും പക്ഷെ റംലാൻ വരട്ടെ എന്നിട്ട് ഉഷാറാക്കുക ആണല്ലോ. ജനുവരി 1 നന്നാകുന്ന പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാരായി നമ്മൾ എന്ത് ചെയ്യരുത്. ഈ കൊല്ലം ഏതായാലും ഇപ്പം കഴിഞ്ഞപ്പോൾ അടുത്ത റംലാൻ 1 വരട്ടെ എന്നല്ല, ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക. കാരണം റംലാൻ മാത്രമല്ല അള്ളാഹു വിചാരണ ചെയ്യുക. അള്ളാഹ് എല്ലാ സമയത്തും നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അമലിൻ്റെ പ്രതിഫലം എല്ലാ സമയത്തും ഉണ്ട്. റംലാന് കുറച്ച് കൂടുതൽ കിട്ടും. അപ്പം അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു അനുഗ്രഹമായി നൽകുന്നതാണ്. വീണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകുന്നത്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബ്ലനാ, നമ്മുടെ മാർഗ്ഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വീണ്ടും വഴികൾ കൊടുക്കുന്നവൻ പറയുന്നുണ്ട്. ഇതുപോലെ ഈ ഒരു സന്ദർഭത്തിൽ ശഅബാന്റെ രാപ്പകലുകൾ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ, റംലാന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഇൻഷാ അള്ളാഹ് നല്ല ആരോഗ്യത്തോടു കൂടി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകും. നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ പല സഹോദരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലായി മരണപ്പെട്ടു. അള്ളാഹു തആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടവ എല്ലാവർക്കും അവരുടെ കബറിടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പല ആളുകളും രോഗികളാണ്. അള്ളാഹു തആല അവർക്കെല്ലാം സമ്പൂർണ്ണമായ ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും സന്താനങ്ങളെ കൊണ്ടുമൊക്കെ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരുമിച്ച് ചെയ്ത ഒരു വലിയ അമൽ സ്വാലിഹായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ നമസ്കാരവും നോമ്പും ഹജ്ജും ഉംറയും സൽക്കർമ്മങ്ങളും ഖുർആൻ പാരായണവും എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് ഏറ്റവും നല്ല കർമ്മങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ. ഇതിനനുസരിച്ച് ജീവിക്കുവാനും അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളായി യഥാർത്ഥ മുവഹിദുകളായി ഈ ലോകത്തോട് മരിച്ചു പിരിയാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരിൽ അള്ളാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഖറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറ വമുഖാമ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറാ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.